തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ അതിന്റെ കണ്ടന്റുകൾ നമുക്കൊരു എന്താ പറയുക, ഒരു കോർ കണ്ടന്റുകളൊക്കെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ രമേശ് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ഒരു ടോട്ടൽ റിവ്യൂ ആണെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്തു, ഒന്നും കൂടി റിവൈൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വലുതായി ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന തരത്തിലേക്ക് ഓരോ ആളുകൾക്കും മാറാൻ സാധിക്കട്ടെ. വലിയ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി അതൊരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ സമയം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്റെ പേര് മിനീഷ് എന്നാണ്. സ്ഥലം വടകരയ്ക്കടുത്ത് പുറമേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. ഞാൻ നേരിട്ട് നമ്മുടെ പ്രിയങ്കരനായ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡിജിറ്റൽ ക്ലാപ്പോട് കൂടി നമ്മുടെ പ്രിയങ്കരനായ രമേശ് മാഷെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. നന്ദി മിനീഷ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ നമുക്ക് ഒന്നിച്ചിരുന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഏതാണ്ട് ഒരു 5:30 മുതൽ ഏതാണ്ട് ഒരു 7:45 വരെ എനിക്ക് 2 അതിഥികൾ ഉണ്ടായിരുന്നു. അതിഥികൾ എന്ന് പറയുന്നത് എന്നെ കാണാൻ വന്ന നമ്മുടെ വേണ്ടപ്പെട്ട അംഗങ്ങൾ തന്നെയാണ്. അവരോട് ഒട്ടനവധി സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷമാണ് ഈ സെഷനിലേക്ക് എനിക്ക് വരാൻ പറ്റിയത്. അപ്പോ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ലോകത്ത് മുഴുവൻ ഒരു പോസിറ്റീവ് വൈബ് തരംഗം തുടങ്ങിയിട്ടുണ്ട്. അത് ടോണി റോബിൻസ് അങ്ങ് അമേരിക്കയിൽ നിന്ന് തുടങ്ങിയത്, ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് നിക് വൂയിച്ചിക്കൊക്കെ തുടങ്ങിയത്, അങ്ങനെ അവരുടെ ഒരു തലമുറയുടെ അവസാന ഭാഗമായി. ഏതാണ്ട് മധ്യകാലം ഞാനും കഴിഞ്ഞു. പക്ഷെ ഇനി വരാൻ പോകുന്ന തലമുറയുടെ മാറ്റത്തെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ എന്റെ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് കടക്കാൻ. ഇന്നൊരു ചെറുപ്പക്കാരനുമായി എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി. അവന് 23 വയസ്സോ 24 വയസ്സോ. ഞാൻ കയറിയ കാറിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ജീവിത ലക്ഷ്യം? എനിക്കതൊരു ലക്ഷ്യമൊന്നുമില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, മോൻ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? 12:30ക്കാണോ? എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? ഞാൻ 9:30ക്കാണ് എഴുന്നേൽക്കുന്നത്. എന്താ ഈ 12 വരെ പരിപാടി? ഞാൻ ഗെയിം കളിക്കുന്നു. ഞാൻ ചെയ്താ ഗെയിം കളിക്കുന്നത് അത് ഫ്രീ ഫയർ ആണ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എത്രാമത്തെ ലെവലാണ്? കാരണം ഞാൻ ഗെയിമിങ്ങിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്, അഡിക്ഷൻ. അപ്പൊ ഗെയിമിംഗ് പഠിക്കാതിരിക്കുന്നു. അവൻ പറഞ്ഞു, ഒരു നമ്പർ പറഞ്ഞപ്പോ ഞാൻ 2.5 വർഷത്തിൽ മേലെ. സാർ, അതിൽ കൂടുതലേ ഞാൻ കളിക്കാൻ. നല്ല ചെറുപ്പക്കാരൻ, അവൻ വീട്ടിൽ കുറേ സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചത്, അതൊരു തലമുറയുടെ ഒരു സിമ്പിളാണ്. ഞാൻ പറഞ്ഞു, പുതുതലമുറയുടെ ഒരു പ്രതീകമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. എന്റെ ചോദ്യങ്ങളൊന്നും അവൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ ഒരു വിഷയത്തിനോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി വരുന്ന തലമുറക്ക് ഉണ്ടാകാവുന്ന ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ ഇത് അഡ്രസ് ചെയ്തത്. എന്തിനാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് പോലുള്ള പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? എനിക്കറിയാം, ഈ ഇരിക്കുന്നതിൽ ഒറ്റ ചെറുപ്പക്കാരനായ കുട്ടിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഒരു 40+ ആയി. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരും കൂടി ഉണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ലീഡർഷിപ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എവിടെയും മുതിർന്നവരെ കിട്ടാറില്ല. മുതിർന്നവരെ മാത്രമേ കിട്ടാറുള്ളൂ ഓൺലൈനിൽ. പക്ഷെ നാളെ ഞാനൊരു 90ഓളം കുട്ടികൾക്ക് ഒരു സെഷൻ ചെയ്യാൻ പോവാണ് രാവിലെ. അത് കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം എന്ന് പറയുന്ന ഒരു സ്കൂളിലെ 90ഓളം കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പാണ്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് യാത്രയും. അത് ഇംഗ്ലീഷ് ക്യാമ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ മൊത്തം കുറെ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റാണ്. അതാണ് വലിയ തുകയൊക്കെ നൽകി ഗവൺമെന്റ് കുട്ടികളെ മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ ലക്ഷ്യം എവിടെ എത്തുന്ന ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും എവിടെ എത്താൻ പോകുന്നത്. നെഗറ്റീവ് അല്ല ഞാൻ പറയാൻ പോകുന്നത്, യാഥാർത്ഥ്യമാണ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് ഒരു നിമിത്തമാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന വളരെ അധികം ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പുസ്തകമാണ്.
ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള റിവ്യൂ അല്ല ഞാൻ ചെയ്യുന്നത്, അതിന് അധ്യായങ്ങൾ വഴി കടന്നു പോകുന്ന പ്രധാന കാര്യങ്ങളും അതോടൊപ്പം തത്തുല്യമായ ഇത്തരം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച അറിവുകളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഈ സെഷൻ മിസ് ചെയ്യാതിരിക്കുക. ഒട്ടനവധി പേർ പുതുതായി വരും, കുറെ ആൾക്കാർ നിർത്തിപ്പോകും. ഇതൊക്കെ കാലത്തിന്റെ ഒരു യാത്രത്തിൽ സംഭവിക്കുന്നതാണ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗിന്റെ ഒറ്റ വാക്യത്തിൽ എന്താണ് ആശയം എന്ന് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു ഡേവിഡ് ഷ്വാർട്സോ. അദ്ദേഹം പറഞ്ഞ ഉത്തരം എ ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ബിലീഫ് എന്നാണ്. വിശ്വാസമില്ലായ്മയോടുള്ള യുദ്ധം എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചത്. ഇന്ന് നമ്മൾ മൊത്തം നിങ്ങൾ ഒരു തവണ കേട്ടു, പക്ഷെ അതിന്റെ പ്രധാന പോയിന്റുകൾ ചിലപ്പോൾ ഇന്നൊക്കെ ജോയിൻ ചെയ്തവരുണ്ടാവും. പ്രധാന പോയിന്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, കൂടുതലും നമ്മുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറെ ആൾക്കാരൊക്കെ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, കുറെ ആൾക്കാരെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്റെ വിനീതമായ അഭ്യർത്ഥന, ഈ പുസ്തകം നിങ്ങൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്ക് പോകേണ്ടതുള്ളൂ. ഇത് കേൾക്കുക മാത്രമേ നിങ്ങൾ ചെയ്യൂ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് വലിയ ചിന്തകളിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ചോദ്യം, ചെറുതും വലുതുമായ ചിന്തകളുടെ വ്യത്യാസം എന്താ? വലിയ ചിന്തകൾ എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ കുത്തകയല്ല. ഏതൊരാൾക്കും ഒരു വലിയ ചിന്തകനാവാം, വലിയ വിജയങ്ങൾ നേടാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലുള്ള വിജയങ്ങളാണ്. ഡേവിഡ് ഷ്വാർട്സ് പറഞ്ഞിരിക്കുന്നത് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നാണ്. അത് നിങ്ങൾക്ക് പണത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ബിഗായി ചിന്തിക്കാം, സാമൂഹ്യ സേവനമാണെങ്കിൽ ബിഗായി ചിന്തിക്കാം. ഇപ്പൊ നമ്മളൊക്കെ രക്തദാനം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കുടുംബാംഗമായ അഭിലാഷ്, ഞാൻ അഭിലാഷോട് സംസാരിച്ചിരുന്നു എന്റെ വീട്ടിൽ നിന്ന്. 100 മേലെ പ്രാവശ്യം അദ്ദേഹം രക്തദാനം ചെയ്തു. നമുക്കൊക്കെ രക്തമുണ്ട്, പക്ഷെ അഭിലാഷ് രക്തദാനം ചെയ്യുന്നത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് വായിച്ചിട്ടല്ല. പക്ഷെ അതിന്റെ ആശയമാണ് അഭിലാഷ് അവിടെ ചെയ്യുന്നത്. ഒരുപക്ഷെ അഭിലാഷ് ഇതിലുണ്ടോന്ന് എനിക്കറിയാം. അതായത് ഏത് മേഖലകളിലും, നിങ്ങൾ ഇപ്പോൾ ഏത് മേഖലയിലാവട്ടെ, അവിടെ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വലുതായി ചിന്തിക്കാമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എന്റെ സ്കൂളിനെ എങ്ങനെ വലുതായിട്ടുള്ള ഒരു സ്കൂളാക്കി മാറ്റും. എന്തുകൊണ്ട് വലുതായി ചിന്തിച്ചുകൂടും? അതിന് റിപ്പൽഷൻ ഉണ്ടായി. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇന്ന് ജില്ലാ പഞ്ചായത്തിൽ പോയിട്ട് എനിക്ക് കുറച്ച് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആണ് സ്കൂളിലേക്ക്. അപ്പൊ ഞാൻ അതിന്റെ സെക്ഷനിൽ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം ആദ്യമായിട്ട് എന്നെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറെ ലാപ്ടോപ്പാണ് സാർ, ഞങ്ങളെ ഫണ്ട്. ഞാൻ പറഞ്ഞു ഫണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹം ഉടനെ എന്ത് ചെയ്യുന്നറിയോ, എന്താ ഒരു വൈബ്രേഷൻ എന്താണെന്ന് അറിയില്ല. അദ്ദേഹം ഉടനെ പറഞ്ഞു, സാർ ഞാൻ ട്രൈ ചെയ്യട്ടെ. അദ്ദേഹം പഴയ ഫയലൊക്കെ എടുത്ത് പറഞ്ഞു, സാർ നീ കുറച്ച് എന്ത് തന്നെയായാലും ഞാൻ കുറച്ച് ലാപ്ടോപ്പ് എടുത്തിട്ട്. ഉടനെ അദ്ദേഹം ഏതൊക്കെയോ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ എത്ര ഫണ്ട് ബാക്കിയുണ്ട്, എത്ര ഫണ്ട് ബാക്കിയുണ്ട്, ഇങ്ങനെ കൊടുക്കാം. ഒരുപക്ഷെ ഞാൻ വലുതായി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിലേക്ക് ട്രാൻസ്ഫർ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മൾ വലുതായി ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ വലുതായി ചിന്തിക്കാറുണ്ടോ? അങ്ങനെ വലുതായി ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത് ഇങ്ങനെ വളർന്നു വരുമ്പോൾ, മറ്റൊരു സ്ഥലത്ത് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന മറ്റൊരു വട്ടൻ, 2 വട്ടന്മാരാണ്, എങ്ങനെ സ്പേസിലേക്ക് ടൂറിസം നടത്താമെന്ന് ചിന്തിക്കുമ്പോൾ ഇലോൺ മസ്ക് അതുമായി യോജിക്കുന്നു. അങ്ങനെയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിന് വലിയ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവിടെ ഇരിക്കുന്ന 140 പേർ, ഇന്നലെ 200 ആയിരുന്നു, അത് വിഷയമല്ല. ഈ 140 പേരും എന്തോ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ പുസ്തകം പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ കൂടി മാറ്റാനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഡേവിഡ് ഷ്വാർട്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പുത്തനല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 13 അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും വലിയ സക്സസ് ആവാൻ പറ്റുമെന്നാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇന്നൊന്നും എഴുതിയെടുക്കുന്നുമാണ്, ഇന്ന് കേട്ട് പോട്ടെ. നമ്മൾ ഇങ്ങനെ കേട്ട് പഠിക്കാം. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരു ഒന്ന് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന്
ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഖുറാൻ പോലുള്ള ഗ്രന്ഥങ്ങൾ, ബൈബിൾ പോലത്തെ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ കൈമാറി വന്നത് എഴുത്തിലൂടെയല്ല, അവർ അത് ഓർമ്മയിലൂടെയായിരുന്നു. ആ ഓർമ്മകളിലേക്കാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ പുസ്തകത്തെ പ്രണയിക്കാൻ പറയുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ലോകം വിട്ടുപോകാമെന്ന് ചിന്തിച്ചവരിൽ പലരും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ തന്നെ വിജയിക്കാനുള്ള വഴിയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ് ദ മാജിക് ഓഫ് തിങ്കിങ് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉൾക്കൊള്ളുന്നോ എനിക്കറിയില്ല. അതായത് ഏതൊരു വ്യക്തിക്ക് മാറാൻ പറ്റും. വിദ്യാഭ്യാസം എന്തുമാവട്ടെ, അവിടെ വിദ്യാഭ്യാസം ഒരു ഘടകമില്ല. ഈ വലിയ ചിന്തകൾ മാത്രമേ ആവശ്യമുള്ളൂ. പാലക്കാട് ജില്ലയിലെ ഒരു വിജയേട്ടൻ, പാലക്കാട് ജില്ലവർക്ക് അറിയാൻ പറ്റും, അദ്ദേഹം ചാരായം കഴിച്ച് ചാരായം വിറ്റ് അവർ 60 വയസ്സ് വരെ തെറ്റിന്റെ പാതയിലൂടെ പോയി ഒരു ദിവസം ഒരു ബോധം വന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്. എന്താണ് പരിഹാരം? ഞാൻ ചെടികൾ വെക്കാൻ തുടങ്ങും. മരങ്ങൾ വെച്ചു. എത്ര? ലക്ഷക്കണക്കിന് മരങ്ങൾ. അവിടെ ഒരുപാട് ജീവികൾ. രാവിലെ ഒരു പച്ച കുപ്പായം ഇട്ടിട്ട് ആരോ കൊടുത്ത വണ്ടിയിൽ കയറി ഈ മനുഷ്യൻ അവിടെയുള്ള ജീവികൾക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ ഒരു തവണ അദ്ദേഹം നേരിട്ട് കൊണ്ടുവന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഓൺലൈനിൽ കൊറോണ സമയത്ത് ഞാൻ അദ്ദേഹത്തോട്, കാരണം അദ്ദേഹത്തിന്റെ ഏട്ടന്റെ മകളെ ഞാൻ ഓൺലൈനിൽ ഇംഗ്ലീഷ് പഠിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നൈജീരിയ എന്ന രാജ്യത്ത് വരൾച്ച വന്നപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ ഒരു ചെടി നട്ടുകൊണ്ട് വളരെ കാലങ്ങൾ കലങ്ങ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച ബംഗാരി മഹായി ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ച് മാറ്റമുണ്ടാക്കിയ മനുഷ്യൻ. ഇവരെല്ലാം നമ്മൾ കാണുന്നത് അവർക്കെന്തോ കഴിവുണ്ട്, അത് എന്റേതല്ല എന്ന്, എനിക്കത് പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നതാണ് മാജിക് ഓഫ് തിങ്കിങ്ങിന്റെ റിവേഴ്സ്. ഏറ്റവും വലിയ ദുരന്തം മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, വലുതായി ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്കത് പറ്റില്ലെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതാണ്. എനിക്കത് പറ്റില്ലെന്ന് കരുതുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാറ്റണം. അത് മാറ്റാനുള്ള 13 അധ്യായങ്ങൾ ഞാൻ ഓരോ അധ്യായത്തിലേക്ക് കൂടെ ഒന്നിന് കടന്നു പോവുകയും ചെയ്യും, അതോടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ബിലീവ് യു ക്യാൻ സക്സീഡ് ആൻഡ് യു വിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അധ്യായത്തിൽ പറഞ്ഞത്. ബിലീവ്, അപ്പൊ ഒരു വാക്ക് ബിലീഫ് അവിടെ പറഞ്ഞു. യു ക്യാൻ സക്സീഡ്, എന്ത് ബിലീവ് ചെയ്യണം? നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ബിലീവ് ചെയ്യണം. ആൻഡ് യു വിൽ, അവിടെ അവസാനിക്കുകയാണ്, നിങ്ങൾക്കത് പറ്റും. അപ്പൊ അവിടെ വിശ്വാസത്തെ കുറിച്ചാണ് അധ്യായത്തിൽ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വളരെ ഇത് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതൊരു ഗ്രഡേഷൻ ലെവൽ, അതായത് ഒരാളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഒറ്റയടിക്കൊക്കെ വായിച്ചു തീർത്തവരുണ്ട് ഈ പുസ്തകം. ഇത് നിരന്തരം വായിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ അതൊരു കൂടെ കൊണ്ട് നടക്കൂ. നമ്മൾ ജീവിതത്തിൽ പതറുമ്പോൾ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഓർക്കുക, ബിലീവ് യു ക്യാൻ സക്സീഡ്, യു വിൽ ബി. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന തരത്തിലുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എളുപ്പമല്ല എന്നാണ് ഡേവിഡ് സ്വാർട്സ് പറയുന്നത്. അതിന് ഒരുപാട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്, ഓർമ്മിച്ചാൽ മതി. വിശ്വാസമില്ലായ്മയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. ഈ വിശ്വാസം, ഇനി ഞാൻ ഇതിന്റെ കണക്ഷൻ കൂടെ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മോട്ടിവേഷൻ രംഗത്ത് വായിച്ച ഒരു പുസ്തകം ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ എന്നൊരു പുസ്തകമാണ്. അത് ആ സീരീസിൽ ഞാനിത് പറയുന്നുണ്ട്. എത്ര കാലം നമ്മൾ കൂടുതൽ അത്രയും പറയും. ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ എന്ന ആ പുസ്തകത്തിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോ ഡിസ്പെൻസ എന്ന് പറയുന്നത്, ഇന്ന് എനിക്കൊന്ന് ഇന്റർനാഷണൽ രംഗത്ത് ഇന്ന് സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോച്ച് ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഡോക്ടർ ജോ ഡിസ്പെൻസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾക്ക് ആ പുസ്തകം ആമസോണിൽ കിട്ടും, ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ.
അതായത് നിങ്ങളിലെ വ്യക്തിയെ ഒരു സൂപ്പർ നാച്ചുറൽ ആക്കി മാറ്റാൻ പറ്റും. ആ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇതേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യു ക്യാൻ ബിലീവ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ന്യൂറോൺസിൽ ഉണ്ടാവുന്ന മാറ്റം, ആ ന്യൂറോൺസ് നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്. രണ്ട് പ്രശ്നങ്ങളാണ് നമുക്ക്. വേണ്ടതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, വേണ്ടാത്തതിനെ കുറിച്ചാണ്. അപ്പൊ ഭയം ഉണ്ടാവും. അതിനെ മാറ്റി ഒന്ന് ചിന്തിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ബിലീഫ്, വിശ്വാസം. അതുകൊണ്ടാണ് വളരെ ബൈബിളൊക്കെ പറഞ്ഞാൽ അന്നും പറഞ്ഞിട്ട് ആവർത്തിക്കുന്നുണ്ട്, നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. ഭഗവത്ഗീത റിവേഴ്സ് ആണ് പറയുന്നത്, സംശയാത്മാ വിനശ്യതി, ഡൗട്ട്ഫുൾ മൈൻഡ് പെരിഷ്. നിങ്ങൾ സംശയിച്ചാൽ അത് നടക്കില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ പ്രശ്നം മറ്റൊന്നുമല്ല, ഈ വിശ്വാസമില്ലായ്മ, സംശയമാണ്. ഈ ഇതിൽ വന്നിരിക്കുമ്പോ പോലും സംശയമുണ്ട്, ഞാൻ രക്ഷപ്പെടുവോ? ഈ പുസ്തകം വായിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ സംശയമാണ്. ബസ് കിട്ടുവോ? കിട്ടൂല. ഞാൻ നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുന്നു. ഭർത്താവ് വരാൻ വൈകുന്നു, ഉടനെ ഇവരെ ഈ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യും. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും. ആ മനുഷ്യ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതായിരിക്കും. ഞാൻ ഈ ന്യൂറോ സയൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നതിന് കാണും എന്റെ അവസ്ഥ ഈ മനസ്സിലാക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഡിസ്ബിലീഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയാണ് ഒന്നാമത്തെ ശബ്ദം. അത് മാറ്റിയെടുക്കണം. അപ്പൊ എല്ലാവരും മനസ്സിലായി, എനിക്ക് തിയറി എല്ലാം വിട്, നാളെ മുതൽ നിങ്ങൾ പറയാ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ന്യൂറോൺസ് ഇങ്ങനെ വിശ്വാസത്തിന്റെ പാതയിൽ വന്ന് ആ വിജയിക്കേണ്ട എല്ലാ ഫയലുകളും എടുത്തു തരും എന്നാണ് ഡോക്ടർ ജോ ഡിസ്പെൻസർ പറയുന്നത്. അപ്പൊ ആ തരത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് മനസ്സിലായി. ഇനി എഴുതി പഠിക്കണം, ഇമോഷണൽ തരുന്ന പോലെ പഠിക്കണം. ബിലീവ് യു ക്യാൻ സക്സീഡ്, നിങ്ങൾക്ക് പറ്റും, ആൻഡ് യു വിൽ, അത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. തഥാസ്തു. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക്, cure yourself of excusaitis, the failure disease. രണ്ടാമത്തെ പോയിന്റ് ആണ്, എന്താണ്? നമ്മുടെ സൂക്കേട്, അസുഖം, എക്സ്ക്യൂസൈറ്റിസ്. നമ്മൾ പറയില്ലേ എക്സ്ക്യൂസ് മീ എന്ന് പറയില്ലേ, ഒഴിവ് കഴിവ് രോഗം. എന്തല്ല മലയാളം, ഇതിന് മലയാളി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ 100 more than 181 people are there. Okay. കുറെ ആൾ ഇന്ന് പോണ്ട, എന്തൊരു കഷ്ടം, വെറുതെ കുറെ ദിവസമായാലും ക്ലാസ്സിലെല്ലാം പോകുന്നു. എനിക്കിതെല്ലാം മനസ്സിലായി. എന്തെല്ലാം എക്സ്ക്യൂസ് ഉണ്ടാവും? എക്സ്ക്യൂസ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എക്സ്ക്യൂസ് ആയിരിക്കും. മുന്നിട്ടിറങ്ങുന്നവൻ ലീഡറാവും, മറ്റുള്ളവർ എക്സ്ക്യൂസുകൾ കണ്ടെത്തും. ഇനി നിങ്ങൾ നിങ്ങളിലെ ക്യാമറ തിരിക്ക്, നിങ്ങൾ എക്സ്ക്യൂസ് കാണല്ലേ? ബിസിനസ്സിന് പോകുന്നവരോട്, മഴയത്തും വെയിലത്തും ഒക്കെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്ന രാജ്യം എന്ന് പറയുന്ന ഫിൻലാൻഡിൽ ആരെങ്കിലും ബന്ധുക്കൾ അന്വേഷിച്ചോ? അവിടെ അവർ മഴയത്തും വെയിലത്തും കുട്ടികളെ പുറത്തിറക്കും. നമ്മളോ പനി വരും മോനെ, തലവേദന വരും, അങ്ങനെ ആദ്യം നിങ്ങൾ എക്സ്ക്യൂസ് അവനെ പഠിപ്പിച്ചു. ഒരു വലിയ വേദി നമ്മൾ സൃഷ്ടിച്ചിട്ട് 1000 കസേര വെച്ചാൽ ആദ്യത്തെ 2 വരിയിൽ ഒരു മനുഷ്യൻ വന്നിരിക്കൂല. മാജിക് ഒത്തിങ്ങിപ്പിക്ക് വേണം, മുമ്പിൽ വന്നിരിക്കണം. കാരണം എന്താ ഇരിക്കാത്തത്? ആ മുമ്പിൽ വല്ല ചോദ്യം ചോദിച്ചെങ്കിലോ ബാക്കിലിരുന്നാ പ്രശ്നമില്ലല്ലോ. എക്സ്ക്യൂസൈറ്റിസ്. ഇവർ സദ്യക്ക് മുമ്പിൽ പോകും, അതേപോലെ എക്സ്ക്യൂസൈറ്റിസ്. രാവിലെ 5:30 ഒരു സെഷനിൽ കുറച്ച് ആൾക്കാർ എഴുതുന്നത്, അത്ര അഡ്മിഷൻ കൊടുക്കും. എന്തെല്ലാം എക്സ്ക്യൂസ്? രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, എക്സ്ക്യൂസൈറ്റിസ്.
നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇന്ന് ഇത് വെറുതെ കേട്ട് പോകല്ലേ പ്ലീസ്. നിങ്ങൾ അപ്ലൈ യുവർ ലൈഫ്. ഞാൻ എക്സ്ക്യൂസ് ചെയ്യുകയാണ്, കാര്യം പറയും. നോ എക്സ്ക്യൂസ്. പരീക്ഷയൊക്കെ തോറ്റു, മാഷ് പഠിപ്പിച്ചില്ല, എക്സ്ക്യൂസ് ആയിട്ട് പണ്ട് പറഞ്ഞിട്ടില്ലേ. ബസ് കിട്ടിയില്ല, കുറ്റമായിരിക്കാം ബസ്സിന്. അതെങ്ങനെയാ നേരത്തെ പോയത്? കൃത്യസമയത്തെ ബസ് പോയത്, നിങ്ങൾ വൈകിയതാ പ്രശ്നം. അതായത് ചങ്കൂറ്റത്തോടെ പ്രശ്നങ്ങളുടെ കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. 985 SLV വിക്ഷേപിച്ചപ്പോ അത് കടലിൽ പോയപ്പോ പത്രക്കാരെല്ലാം എഴുതി ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം പരാജയപ്പെട്ടു. അത് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ APJ മുറി അടച്ച് കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു മനുഷ്യൻ വാതിൽ മുട്ടിട്ട് പറഞ്ഞത്, വാതിൽ തുറക്കുമാനെ, പരാജയത്തിന്റെ കാരണം ഞാൻ ഏറ്റെടുക്കും. നീ നോട്ട്ബുക്കിൽ എഴുതൂ എന്തൊക്കെ ഇന്ത്യക്ക് ഭാവിയിൽ വേണം, എഴുതി. അതാണ് ഇന്നത്തെ മിഷൻ ചന്ദ്രയാനൊക്കെ. ആ മനുഷ്യന്റെ പേര് സതീഷ് ധവാൻ. ആ കരഞ്ഞ മനുഷ്യൻ APJ നമുക്കറിയാലോ. എക്സ്ക്യൂസ് ഇല്ല. ഈ ലോകത്ത് ഏത് കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്കില്ലാത്ത ഒറ്റക്കാരെ എക്സ്ക്യൂസ് ആയി. അതുകൊണ്ടാണ് ഭാര്യ കല്യാണം നിശ്ചയിച്ച് കല്യാണ ദിവസം പോലും കല്യാണത്തിന് വരാതിരുന്ന ലൂയി പാസ്റ്റർ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ആള് പറഞ്ഞു നിന്റെ കല്യാണമാണ് ഇന്ന്. അന്നേരം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ആ പെണ്ണോടാണ് അടങ്ങിയിരിക്കാൻ പറഞ്ഞു, ഞാനിവിടെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപക്ഷെ അവൾ എന്റെ കൂടെ ആണെങ്കിൽ 2 ദിവസം നിൽക്കണം, സൗകര്യം കഴിക്കും, കല്യാണം കഴിക്കും. ആ പെണ്ണ് കാത്തിരുന്നതാണ് കഥ. ലൂയി പാസ്റ്റർ ഒരു സയന്റിസ്റ്റ്, ഒരു ബയോളജിസ്റ്റ് അല്ല. തന്റെ ജ്യേഷ്ഠനെ ഭ്രാന്ത നായി കടിച്ച് മരിച്ചത് കണ്ട വികാരത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അവന് എക്സ്ക്യൂസൈറ്റിസ് ആർക്കാ ഉണ്ടാവുന്നറിയോ? ലക്ഷ്യബോധമില്ലാത്തവന് എക്സ്ക്യൂസൈറ്റിസ് ഉണ്ടാവും. മഹത്തായ ലക്ഷ്യമുള്ള ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണം പറയുന്ന സെഷൻ ഇല്ലാന്ന്. നോ, ഞാൻ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞാൻ എന്നെ വേറൊന്നാക്കി പറയുന്നൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ചു മാറ്റുക. രണ്ടാമത്തെ അസുഖം എക്സ്ക്യൂസൈറ്റിസ് ഇല്ലാതാക്കുക. ഇനി ഇന്ന് പറയില്ല തീരുമാനിക്കുക. എന്ത് നിങ്ങൾ ചെയ്യണം, റെസ്പോൺസിബിലിറ്റി എടുക്കും. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ, ഈ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് കേട്ടുപോയാൽ മതി കേട്ടോ. ഇതിൽ പറഞ്ഞത് തന്നെയാണ്. ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ട്രോയ് ഫിയർ. ആത്മവിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുക, ഭയത്തെ നശിപ്പിക്കുക. അപ്പൊ ആദ്യം പറഞ്ഞ വിശ്വാസം, അത് ഇതെല്ലാം ലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ്. മൂന്നാമത്തേൽ പറഞ്ഞത് ബിൽഡ് കോൺഫിഡൻസ്. ആത്മവിശ്വാസമാണ് ലോകത്തിലെല്ലാം. ഒരു പട്ടാളക്കാരന്റെ ആത്മവിശ്വാസമാണ് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയ സങ്കടം എനിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറയോടാണ്. 30 വർഷത്തെ അധ്യാപകനാണ് ഞാൻ. എനിക്ക് സങ്കടമുണ്ട്. ഇന്ന് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്തിരുന്നു, ഒരു മകൾ. അവൾ പഠിക്കുകയാണ്, BCom കൊമേഴ്സ്. അവളുടെ അച്ഛൻ പയ്യന്നൂർ ഒരു വളരെ പ്രശസ്തമായ ഒരു തുണിക്കടയുടെ ഉടമയാണ്, ഒരുപാട് ബിസിനസ് ഉള്ള ഒരാളാണ്. അപ്പൊ ചോദിച്ചു, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ BCom പഠിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്താ എന്റെ ഉദ്ദേശം? എനിക്കൊരു അക്കൗണ്ടന്റ് ആവണം. എനിക്ക് ഞാൻ പറഞ്ഞു, സങ്കടം തോന്നുന്നു. നിന്റെ അച്ഛൻ വലിയ വിദ്യാഭ്യാസത്തിലാണ്, വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ട്. കാരണം സാർ, ഞാൻ പറഞ്ഞു ഒന്ന് തിരുത്തട്ടെ, ഞാൻ ആ സാമ്രാജ്യം വളർത്തേണ്ട പുതിയ ടെക്നോളജി പഠിക്കാണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടം. അപൂർവം ഇങ്ങനെ കൈത്തിരികളുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണ പരമ്പര അവസാനിക്കുന്നത് നിങ്ങൾക്ക് പരമാവധി ആൾക്കാരിലേക്ക് അടുത്തയച്ചു കൊണ്ടാണ്. പുതിയ പുസ്തകം ശതകോടീശ്വരന്മാരെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നവർക്ക് ആത്മസംതൃപ്തി നൽകിയ, ആത്മപോഷണം നൽകിയ പുസ്തകം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇതാ വരുന്ന 2ാം പുസ്തകം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താ? ആത്മവിശ്വാസം ഉണ്ടാക്കണം. അതിന്റെ വഴി എന്താ? മാജിക് തിങ്കിന്റെ പ്രത്യേകത അറിയോ? വെറുതെ പറഞ്ഞു പോവുകയല്ല, വഴികളടക്കമാണ് പറയുന്നത്. ഡിസ്ട്രോയ് ഫിയർ. നമ്മളൊക്കെ പിന്തിരിപ്പിക്കുന്ന ഒറ്റ കാര്യം ഭയമാണ്. ഈ ഭയം എന്താണെന്നാണ് അതിൽ പറയുന്നത്. ഒരു തെറ്റിദ്ധാരണയാണ് ഭയം. ഭയം നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അമിഗ്ഡാലയിൽ പ്രവർത്തിച്ചില്ല, നമുക്ക് കാട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യമാണത്. ജീവിതത്തിൽ ഭയം ആവശ്യമാണ്. പക്ഷേ അവ എപ്പോഴും ഭയം വന്നാൽ എന്ത് ചെയ്യും? അതൊരു ഫോബിയായി മാറും.
അത് പിന്നെ ഡിപ്രഷനായി മാറും. ഈ ലോകത്ത് നിന്ന് ഏറ്റവും 30% ആൾക്കാരിലേക്കാണ് ഡിപ്രഷൻ എന്ന അസുഖം അല്ലെങ്കിൽ വിഷാദ രോഗം പടരുന്നത്. വിദ്യാർത്ഥികളിൽ, പൊതുസമൂഹത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ വിഷാദം, ചിരിക്കുന്നവർ കുറവ്, ജീവിത ഭാരം മുഴുവൻ മുഖത്ത് മസിലുകളിൽ പിടിച്ച് കുനിഞ്ഞിരിക്കുന്നവർ. അവരോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്ത് ഭയം? അതിൽ അദ്ദേഹം രോഗത്തോടുള്ള ഭയം പറഞ്ഞിട്ടുണ്ട്, വിജയത്തോടുള്ള ഭയം, നേട്ടത്തോടുള്ള ഭയം. എല്ലാ ഫോബിയാസാണ്. ഹൈഡ്രോഫോബിയ, ഫോട്ടോഫോബിയ, ഗെമറ്റോഫോബിയ. ഇപ്പൊ പലർക്കുള്ള അസുഖമാണ് കല്യാണത്തോടുള്ള പേടി, ഗെമറ്റോഫോബിയ. നിങ്ങൾ നോക്കിയാൽ ചങ്കൂറ്റമുള്ളവന് ഭയം ഉണ്ടാവോ? ഈ ലോകത്തെ മുഴുവൻ കണ്ടുപിടിച്ച് നിങ്ങൾ ഭയമില്ലാതാക്കാനാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞ, ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ, അഭീഹി അഭീഹി, നിങ്ങൾ ഭയമില്ലാത്തവരാകൂ, വേറൊന്നും വേണ്ട. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ട വിവിധ കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമുക്ക് ആ സമയപരിമിതി ഉണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹൗ ടു തിങ്ക് ബിഗ്. എങ്ങനെയാണ് എനിക്ക് ബിഗായി ചിന്തിക്കാൻ പറ്റുന്നത്, വലുതായി ചിന്തിക്കുന്നത് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഏതൊരാൾക്കും വലുതായി ചിന്തിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതി ഉണ്ടാകണം. അതിലാദ്യം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇനിയിപ്പോ പറയാം, ഈ നവംബർ 1-ാം തീയതി മുതൽ ശനിയാഴ്ച നമ്മുടെ വീണ്ടും ഒരു സെഷൻ വരുന്നുണ്ട്. ആ സെഷൻ ബുക്ക് റിവ്യൂ അല്ല, ആ സെഷൻ പ്യുവർ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലെ ട്രെയിനിങ് മോഡ്യൂളാണ് ഞാൻ അതിൽ ഉൾപ്പെടുന്നത്. തികച്ചും സൗജന്യം. ഇതേപോലെ ലിങ്ക് പുതിയത് കിട്ടും. എനിക്കൊന്ന് മിനീഷ് ഉണ്ടെങ്കിൽ മിനീഷിന്റെ ഏതെങ്കിലും ഒരു നമ്പർ മറ്റും കൊടുക്കുക, ആൾക്കാരെ ജോയിൻ ചെയ്യട്ടെ. അത് പുതിയ ലിങ്ക് ആയിരിക്കും. അത് ട്രെയിനിങ് സീരീസ് ആണ്. എല്ലാ ശനിയാഴ്ച 8 മണിക്ക്, വ്യാഴാഴ്ച 9:15 നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര. അത് ഞാൻ ഇടയിൽ ഒന്ന് അനൗൺസ് ചെയ്യുന്നത് മാത്രം. നമ്മളൊരു പിറവി ദിനമാണല്ലോ നവംബർ. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ വലുതായി ചിന്തിക്കാന്ന് വെച്ചാൽ, എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവിടെ നിന്നല്ലേ നിങ്ങൾക്ക് വലുതായി ചിന്തിക്കാൻ പറ്റൂ. അവിടെയാണ് നമ്മുടെ ഒരു ഇത്ര വലിയ വീട് കെട്ടുന്നു, അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനം ഞാൻ ഉണ്ടാക്കുന്നു. ഒരു കുടുസുമുറിയിൽ ഇരുന്ന് കൊണ്ട് തുടങ്ങിയ ഇൻഫോസിസിന്റെ ആ കമ്പനി ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പണമല്ല ഞാൻ നോക്കുന്നത്, എത്രായിരം കുടുംബങ്ങളിലാണ് അത് അരി മേടിക്കാനുള്ള വഴിയായി മാറിയിരിക്കുന്നത്. നമ്മൾ അഭിമാനത്തോടെ എൻ്റെ മകനോ മകളോ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, അല്ലെ ടാറ്റയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തുടങ്ങിയ വലിയ ചിന്തിച്ച മനുഷ്യരെ നിങ്ങൾ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല? അവിടെയാണ് നാരായണമൂർത്തിയുടെ പ്രസക്തി, അവിടെയാണ് JRD അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻഗാമിയായ രത്തൻ ടാറ്റ, ഇവരൊക്കെയുള്ള പ്രസക്തി എന്ന് പറയുന്നത്. ധീരുഭായ് അംബാനിയുടെ പ്രസക്തി, സ്വാമി വിവേകാനന്ദന്റെ പ്രസക്തി, യേശുവിന്റെ പ്രസക്തി, രവിതിരുമേയുടെ പ്രസക്തി ഒക്കെ അവരൊക്കെ വലുതായി ചിന്തിച്ചവരാണ്. വലുതായി ചിന്തിക്കുന്നവർ ഒരിക്കലും തന്നെ സ്വാർത്ഥതയുള്ളവരായിരിക്കില്ല. സ്വാർത്ഥതയുള്ളവർക്ക് വലുതായി ചിന്തിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. എന്താ മനോഹരമായൊരു അർത്ഥം കൂടി ആ സെഷനിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ചാപ്റ്ററിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ വഴി നമ്മൾ എവിടെ നിൽക്കുന്നു അതിന് ഒരുപാട് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പുസ്തകം നിങ്ങൾ വായിക്കുക തന്നെ വേണം. അടുത്തത് ഹൗ ടു തിങ്ക് ആൻഡ് ഡ്രീം ക്രിയേറ്റീവ്ലി. ഞാൻ പറഞ്ഞു വിശ്വസിക്കുക എങ്ങനെ വിജയിക്കുമെന്ന്, എക്സ്ക്യൂസുകൾ ഒഴിവാക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ഭയത്തെ ഇല്ലാതാക്കുക. പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ പണിയുണ്ട്. എങ്ങനെ ബിഗായി ചിന്തിക്കാം, എങ്ങനെ അടുത്ത പരിപാടി ഹൗ ടു തിങ്ക് ആൻഡ് ഡ്രീം ക്രിയേറ്റീവ്ലി. സ്വപ്നം എല്ലാവർക്കും കാണാവുന്നതാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള സ്വപ്നത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെയാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്ന ഫ്യൂച്ചർ പ്രസന്റ് ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ. അദ്ദേഹം പറയുന്നത് നമ്മളൊക്കെ പാസ്റ്റ് പ്രസന്റിൽ ജീവിക്കുന്നു,
നമ്മൾ ഇനി ഫ്യൂച്ചർ പ്രസന്റിലേക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം. ഇത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ പണിയുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റു, കഴിഞ്ഞു പോയ കാലം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോവാം. സുഹൃത്തുക്കൾ, അത് പോയി. പാസ്റ്റ് ഈസ് നോട്ട് പ്രസന്റ്. ജിംറോൺ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ഈസ് നോട്ട് പ്രസന്റ്. അപ്പൊ പാസ്റ്റ് പ്രസന്റിന് പകരം ഫ്യൂച്ചർ പ്രസന്റ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കൂ. ഞാൻ പലപ്പോഴും എന്റെ വേദിയിൽ 10 ലക്ഷം ആൾക്കാരെ മാറ്റം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അത് സംഭവിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നില്ല 10 ലക്ഷം ആൾക്കാരെ ഞാൻ മാറ്റിയെടുക്കുമ്പോൾ എനിക്ക് എത്ര പണം കിട്ടുമെന്ന് പറയുമ്പോൾ അത് ചെറുതായി മാറുന്നു. 10 ലക്ഷം ആൾക്കാർ സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കുമ്പോൾ അത് കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് അന്നം എത്തുന്നു എന്ന ഒരു ചിത്രീകരണം നമുക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഫ്യൂച്ചർ പ്രസന്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഞാൻ പറയുന്ന എല്ലാ പുസ്തകങ്ങളും ചേർത്ത് പറയാൻ കാരണം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പുസ്തകം മാത്രമേ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം കിട്ടും. അതുകൊണ്ട് പരമാവധി ആൾക്കാരെ ഇത് എത്തിക്കൂ. 500 ആളിന് മേലെ പ്ലാറ്റ്ഫോമിൽ വരാൻ. ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ കിടക്കുന്ന, എന്തു ചെയ്യണമെന്ന് അറിയാത്തവർക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൂമിലൂടെ കാണാം. അങ്ങനെയുള്ള വൈബ്രന്റ് ആയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ക്രിയേറ്റീവ്ലി എങ്ങനെ ചിന്തിക്കാം? സാധാരണ ചിന്തയല്ല, ക്രിയാത്മക ചിന്ത എങ്ങനെ വരാം, അതിനെ കുറിച്ചാണ് അധ്യായത്തിൽ പറയുന്നത്. അതിന് വിവിധ വഴികൾ. അപ്പൊ ചിന്തകളെ, സാധാരണ ചിന്തകൾ നമുക്കുണ്ടാവും, 60,000 തോട്ട്സ് ഉണ്ടാവും. ഈ ചിന്തകളെ എങ്ങനെ ക്രിയാത്മക ചിന്തകൾ, ഉദാഹരണം പറഞ്ഞാൽ എന്നിലേക്ക് വരുന്ന ഒരു ചിന്ത നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവ് ഒക്കെ വന്നുകൊണ്ടിരിക്കും, നെഗറ്റീവ് വരും. അതിനെ ഉടനെ മാറ്റി ക്രിയാത്മക ചിന്തയാക്കി മാറ്റുക. കറണ്ട് പോയി, ഉടനെ ഇലക്ട്രിസിറ്റി വകുപ്പിനെ ചീത്ത പറയും. എപ്പോഴും ഇങ്ങനെയാണ്. ഉടനെ വേറെ ഗുണമുണ്ടോ? ആദ്യം കറണ്ട് പോയി അയൽവാസിയുടെ കറണ്ട് പോയോ നോക്കും. അത് നമുക്ക് വലിയ ഗുണമാണ്, കാരണം അവിടെയും പോയല്ലോ, സമാധാനമായി. എനിക്ക് മാത്രമല്ല കറണ്ട് പോയി. ആദ്യത്തെ പരിപാടി അയൽവാസിയുടെ കറണ്ട് പോയി, സന്തോഷമായി. രണ്ടാൾക്ക് അവരൊക്കെ വളരെ സൂക്ഷിക്കണം കേട്ടോ. ആ നേരെ മറിച്ച് കറണ്ട്, അടുത്ത പരിപാടി എന്താ? ഒരു മെഴുകുതിരി എവിടെ ഉണ്ടാവും, അന്വേഷിക്കാം. അത് ക്രിയാത്മക ചിന്ത. കറണ്ട് പോകുമെന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മെഴുകുതിരി അടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലത്. ഹൗ യു തിങ്ക്. ഞാൻ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കേട്ടോ, പുസ്തകങ്ങൾ വായിച്ച് വേവലാതി ആവുമെന്നും വേണ്ട. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ, ഹൗ ടു തിങ്ക് ആൻഡ് ഡ്രീം ക്രിയേറ്റീവ്ലി. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതിന് പറയാൻ വിട്ടുപോയോന്ന് അറിയില്ല. അതായത് നമ്മുടെ സ്വപ്നം കാണുമ്പോ അതും ക്രിയേറ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാ പറഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് വേണ്ടാത്ത വാർത്തകളൊക്കെ വായിച്ച് അസ്വസ്ഥമായി കിടക്കുമ്പോൾ നിങ്ങളിലെ ക്രിയാത്മക ചിന്ത പുറത്തു വരില്ല. പല ശാസ്ത്രജ്ഞന്മാരും ചെയ്യുന്ന ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചിന്ത ആലോചിച്ചുകൊണ്ട് കിടക്കും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ അതിന്റെ ആൻസർ കൊണ്ട് തന്നിട്ടുണ്ടാവും. ഇഷ്ടംപോലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വഴി കണ്ടെത്തി തരും. നിങ്ങളുടെ ബ്രെയിൻ അത്ര ശക്തമാണ്. അവിടെ പറയുന്നൊരു കാര്യം. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ എന്തായാലും ഞാൻ ചുരുക്കത്തിൽ ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പഠിക്കണ്ട. എന്തൊക്കെയാ പറഞ്ഞ? ഒന്ന്, ബിലീവ് യു ക്യാൻ സക്സീഡ്, വിശ്വസിക്കാൻ പറ്റും. എക്സ്ക്യൂസ് ഒഴിവാക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, എങ്ങനെ വലുതായി ചിന്തിക്കുക, എങ്ങനെ ക്രിയാത്മകമായി സ്വപ്നം കാണാം. അടുത്തതാണ് ഏറ്റവും പ്രധാനം, യു ആർ വാട്ട് യു തിങ്ക് യു ആർ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ചിന്തകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ ഞാൻ രാവിലത്തെ സെഷനിൽ വിശദമായി പഠിപ്പിക്കുന്നത് പഠിക്കേണ്ട. ഈ സാറ്റർഡേ സെഷൻസിൽ ഞാൻ പറഞ്ഞിരുന്നത് അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അവിടെ അത് ആ സമയത്ത് നിങ്ങൾ നോട്ട്സ് എടുത്ത് ഇരിക്കണം. അതൊരു ട്രെയിനിങ് സീരീസാണ്. അതായത് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ഇപ്പൊ ഈ ഇതേ സമയത്ത് ഈ എത്രയോ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 10-200 മേലെ ആൾക്കാര് ഈ ക്ലാസ്സിലിരിക്കുന്നു.
കുറെ ആൾക്കാർ സീരിയൽ കാണുന്നു, കുറെ ആള് സിനിമ കാണുന്നു, കുറെ ആള് എന്താ ചെയ്തു, ഓരോ വർക്ക് ചെയ്യുന്നില്ലേ, ചിലവർ ആസ്വദിക്കുന്നു. ഇറ്റ്സ് ഗുഡ്. അതൊക്കെ എങ്ങനെ വരുന്നു, അത് അവരുടെ ചിന്തകളാണ്. മറ്റു പുസ്തകത്തിൽ യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ തോട്ട്സ് ഈച്ച്. ഇനി തിങ്ക് ആൻഡ് ഗ്രോ റിച്ചും ഇത് തമ്മിൽ വളരെ ബന്ധമുണ്ട് കേട്ടോ. പല ചാപ്റ്റേഴ്സും രണ്ട് ഓതേഴ്സും എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നണ്ട ഏത്. പക്ഷെ ആ പുസ്തകങ്ങൾക്ക് പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസം ഉണ്ടാവും. അവിടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴേ ഓർഡർ ചെയ്തോ, അവിടെ ഒരാഴ്ചക്കുള്ള ആമസോണിൽ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണം. അതെങ്ങനെയാ ഭാഷ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കും. ചിന്തകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ബാക്കി വിട്ടേ. നിങ്ങൾ ചെയ്യുന്ന പ്രശ്നം എന്താ അറിയോ? അനാവശ്യമായിട്ടുള്ള ചിന്തകളെ വലിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ പോകുന്നു, വേണ്ടാത്ത ചർച്ചകൾ ചെയ്യുന്നു, എന്നിട്ട് അതെല്ലാം തലയിൽ വെക്കുന്നു, എന്നിട്ട് അസ്വസ്ഥമായി കിടന്നു. എന്താ കാര്യം? സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നിങ്ങൾ ചിന്തിക്കണ്ടു. അമേരിക്കൻ പ്രസിഡന്റ് നേരെയാക്കാൻ എനിക്ക് പറ്റുമോ? എന്നിട്ട് അയാൾ ചെയ്ത തോന്നിയവാസങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്താ കാര്യം? നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ട്രംപിനെ വിളിച്ച് പറ. ചിലവരെ കുഴപ്പമിതാണ്, സ്വന്തം കാര്യം വിട്ട് അപ്പുറത്തവരെ കാര്യം. ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നശിപ്പിക്കും. ആ കോശങ്ങളൊക്കെ നശിച്ചു പോവും. ഈ അസൂയ, കുശുമ്പ് ഇതൊക്കെ ഒഴിവാക്ക്. അതെല്ലാം തലച്ചോറിനെ നശിപ്പിക്കും. അതൊക്കെയാണ് ഈ അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നത്. ഇനി 6-ാമത്തത് പറഞ്ഞു, യു ആർ വാട്ട് യു തിങ്ക് യു ആർ. അതുകൊണ്ട് ഒരാളോട് ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാന്നറിയോ? ഒരാള് നിങ്ങളോട് എന്തൊക്കെ സംസാരിക്കുന്നത് മിണ്ടാതെ കേൾക്കുക, അപ്പൊ മനസ്സിലാവും ഇയാൾ എങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞ ചെറിയ ചെറിയ ആൾക്കാർ, ചെറിയ ചിന്തിക്കുന്നവര് വ്യക്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ ഉയർന്നവര് ചില സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവും. പക്ഷെ ഏറ്റവും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവര് ആശയങ്ങൾ മാത്രമേ പറയൂ. അതുകൊണ്ട് അവർ നിങ്ങളുടെ വിജയം നിങ്ങളുടെ ചുറ്റുപാടും കിടക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ചിന്തയ്ക്ക് വേറെ റിവേഴ്സും ഉണ്ട്. നിങ്ങളുടെ ചിന്തയ്ക്ക് കണക്കായ ആൾക്കാരെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഒരു അനുഭവം പറയും. ഇതിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പലർക്കും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് തപ്പി നോക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടെ. നിങ്ങൾക്ക് ഈ ഇത്രയും വീട്ടിലാണ് ഇരിക്കുന്നെങ്കിൽ 10-200 പേര് ഇരുന്നിട്ട് കേൾക്കണേ. അവരുടെ ഒരു ഓറ നിങ്ങൾക്ക് മൊത്തം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം ചിന്തകളെ എന്ന്. മാനേജ് യുവർ എൻവയൺമെന്റ്, ഗോ ഫസ്റ്റ് ക്ലാസ്. ഇതിന്റെ കണക്ഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മാനേജ് യുവർ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടും എങ്ങനെ ഗോ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉള്ളതിൽ ബെസ്റ്റ്, ഉള്ളതിൽ ബെസ്റ്റ് അന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 3 മാസം അധ്വാനിച്ച പൈസ കൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അത് ഫീൽ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പല ഹോട്ടലുകൾ വാങ്ങി അത്ര വലിയ കോടീശ്വരനാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പ്രസിദ്ധ നടൻ ദിലീപ് കമലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളോളം 14 വർഷത്തോളം അദ്ദേഹം അതിൽ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം കാണുന്നത് ഗസൽ എന്ന സിനിമയിൽ വിനീതും മോഹിനിയും കൂടി ഒരു പാട്ടിന്റെ ഷോട്ട് എടുക്കുകയാണ്. ഇയാൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ ചെറിയ ചെറിയ പണിയിലുണ്ടോ, ക്ലാപ്പ് അടിക്കുന്നതിലെ പണി. അപ്പൊ ഈ കക്ഷി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനും ഒരിക്കല് ഒരു നടനാവും, ഇതേ മോഹിനി എന്റെ നായികയാവും. മോഹിനി ഇവരോട് മിണ്ടൊന്നുമില്ല, കാരണം വലിയ ആക്ട്രസ്. മാജിക് ഓഫ് തിങ്കിങ് വായിച്ചിട്ടുണ്ടോ? എനിക്ക് ദിലീപ് വായിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിനെ ഏതൊരു കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ചിന്തകളുടെ ഒരു അനുരണനത്താൽ പിന്നീട് ദിലീപ് നായകനാവുന്നു. അനുരാഗ കൊട്ടാരം എന്ന സിനിമയിൽ സെയിം ട്രോളി ഷോട്ടിൽ അവർ അഭിനയിക്കും. ദിസ് ഈസ് വാട്ട്.
അതായത് നിങ്ങളെ ചിന്തകൾ മാറുമ്പോൾ എൻവയോൺമെന്റ് മാറും. എൻവയോൺമെന്റ് പറഞ്ഞാൽ പരിസ്ഥിതി, എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ. അതായത് നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ മാറും. നിങ്ങളുടെ സുഹൃത്തുക്കൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ അനുഭവിച്ചോ? അതുകൊണ്ട് നന്നാവാൻ ശ്രമിക്കുമ്പോൾ പലരും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. അവർ നിങ്ങളെ കുറ്റം പറഞ്ഞു പോകും. 8, മേക്ക് യുവർ ആറ്റിറ്റ്യൂഡ്സ് യുവർ അലൈസ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് മോട്ടിവേഷണൽ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഒരു വാക്ക് ആറ്റിറ്റ്യൂഡാണ്. യുവർ ആൾട്ടിറ്റ്യൂഡ് ഡിഫൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങളുടെ ഉയർച്ചയെ നേർ അനുപാതത്തിലായിരിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നാണ് പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആറ്റിറ്റ്യൂഡ്? വഴിമധ്യേ നിങ്ങൾ നടന്നു പോകുമ്പോൾ വഴിമധ്യേ ഒരു അപകടം കാണുന്നു. നിങ്ങൾ വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരാം. ഒന്ന്, കുറെ ആൾ സെൽഫി എടുക്കുന്നു, കുറച്ച് ആൾക്കാർ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, കുറച്ച് ആൾക്കാർ അവർക്ക് വേണ്ടി വേണ്ടത് ശുഷ്കാന്തിയോടെ ചെയ്യുന്നു. ഇതിൽ ആറ്റിറ്റ്യൂഡല്ലേ? അപ്പോഴും ഈ ഫോട്ടോ എടുക്കുന്ന ആൾ അറിയുന്നില്ല ഒരിക്കൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനിങ്ങനെ കിടക്കുമ്പോ ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണോ വേണ്ടത്, എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വേണ്ടത്? നിങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നിങ്ങൾ മാത്രം രക്ഷപ്പെടലാണോ? അതുകൊണ്ടാണ് ഒരു തീവണ്ടിയിൽ നിന്ന് ചവിട്ടേറ്റ ഒരു മനുഷ്യൻ ലോകം മാറ്റിമറിച്ച മഹാത്മാഗാന്ധിയായി മാറിയത്. ഒരു നെൽസൺ മണ്ടേല ഉണ്ടായി, ഒരു എബ്രഹാം ലിങ്കൺ ഉണ്ടായി. ഇന്നും കുട്ടികൾ തെറ്റിദ്ധരിക്കാൻ എബ്രഹാം ലിങ്കൺ എന്തോ കഴിവുണ്ട്, എനിക്കില്ല. മാജിക്കോ തിങ്കി ബിഗ് പറയുന്ന ഓരോ വ്യക്തിക്കും ഇതേപോലെ മാറ്റിയെടുക്കാൻ പറ്റും, മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇത്തരത്തിലെ ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കണം, വായനശാലകളിൽ എടുക്കണം. എന്റെ ഒരൊറ്റ ശനി ഞായറും എനിക്ക് ഫ്രീ ഇല്ല. ഞാൻ ഈ ട്രെയിനിങ് സീരീസുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിൽ 21, 22 കൊട്ടാരം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ണൂര് കുറെ സ്ഥലങ്ങളിൽ ഒരു 6 മാസം കഴിഞ്ഞാല് ഒരു ദിവസം 2 3 സ്ഥലങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ? ഒരുപാട് ആൾക്കാരിലേക്ക് നമുക്ക് ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, അതാണ് മേക്ക് യുവർ അതായിരിക്കണം നിങ്ങൾ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ലൈഫ്. അവരെ നിങ്ങളെ അലൈസ് ആക്കണം. അതായത് നിങ്ങളുടെ അലൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളാക്കി മാറ്റണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതില്ലാതാക്കാനും പറ്റില്ല. പോസിറ്റീവായ ആറ്റിറ്റ്യൂഡുകളായിരിക്കണം നമ്മളിൽ ഉണ്ടാക്കേണ്ടത്. അത് ഒരു അടുക്കള പണിയെടുക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. എങ്ങനെ? തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് വരുന്നു, അല്ലെ വേണ്ടപ്പെട്ട ആൾ വരുന്നു, അന്ന് അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, നല്ല സുഹൃത്തായിരിക്കും, പ്രതിസന്ധി വരുമ്പോ ഇവര് സ്ഥലം വിട്ടു. എനിക്കൊന്ന് അതനുഭവിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. കാരണം ഇത് ആർക്കൊക്കെ ഇത് കൊള്ളും. ഇതൊരു ലോക തത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് മതി, വേറൊന്നും വേണ്ട. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അടുത്തത് തിങ്ക് റൈറ്റ് ടുവാർഡ് പീപ്പിൾ. ഒന്നും കൂടെ ഞാൻ ഇത് പറഞ്ഞാൽ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ബിലീവ് യു ക്യാൻ സക്സീഡ്, നിങ്ങൾ പറ്റും വിശ്വസിക്കുക, എക്സ്ക്യൂസൈറ്റീസ് ഇല്ലാതാക്കുക, ആത്മവിശ്വാസം വളർത്തുക, പേടിയെ കൊല്ലുക, വലുതായി ചിന്തിക്കുക, സ്വപ്നങ്ങൾ കാണുക, ക്രിയാത്മക സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് മാറ്റുക, അത് ഉയർന്ന തലത്തിലാക്കുക, ഫസ്റ്റ് ക്ലാസ് ആക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റുക. ഇനി 9ാമത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. തിങ്ക് റൈറ്റ് ടുവേർഡ്സ് ദാറ്റ് പീപ്പിൾ. നമ്മൾക്കില്ലാത്തതും മറ്റുള്ളവരെ അംഗീകരിക്കുന്ന തരത്തിലുള്ള അവരുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ
അവരെ ഒന്ന് കൈകോർത്ത് പിടിക്കുന്ന, ബിജുവൊക്കെ നിന്നു ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളായി മാറുക. എല്ലാവരിലും നന്മ കാണുക. അവിടെയാണ് പാവങ്ങൾ എന്ന നോവലിൽ വിക്ടർ ഹ്യൂഗോ എന്ന വലിയ ലോകം കണ്ട മനുഷ്യൻ, തത്വജ്ഞാനി പറഞ്ഞത്, എല്ലാവരാലും അവഹേളിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന, നിസ്സഹായത കൊണ്ട് ജയിലിൽ പോയി ഒരു ക്രിമിനലായി മാറിയ റാങ് വാൻ റാങ് അല്ലെങ്കിൽ ജീൻ വാൽജീൻ എന്ന കൊടും കുറ്റവാളി വരുന്നത് കണ്ടിട്ട് തന്റെ പള്ളിയിൽ ഓടി വന്നിട്ട് അവിടുത്തെ ജോലിക്കാരി പറഞ്ഞു, അച്ചോ നിങ്ങൾക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, ആര് വന്നാലും വീട്ടിൽ കയറ്റും, എന്നിട്ട് ഭക്ഷണം കൊടുക്കല്ലേ, ഇതാ വരുന്ന ഒരു കുറ്റവാളി ഒരു മഞ്ഞ ഒരു ബാഡ്ജൊക്കെ വെച്ചിട്ട് ഞാൻ വലിയ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് വേണം അവിടെ നടക്കാൻ. അപ്പോഴും ആ ബിഷപ്പ് പറഞ്ഞത്, അവൻ വരട്ടെ, അവിടെ കൃത്യമായി വരുന്നു, അവന് ഭക്ഷണം കൊടുക്കുന്നു, അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കൊടുക്കുന്നു, ഒരു നല്ല കിടക്ക കൊടുക്കുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് ഞെട്ടി ഉടനേറ്റ ജീൻ വാൽജീനിലെ കുറ്റവാസന പുറത്തു വരുന്നു. അവിടെയുള്ള എല്ലാം ആകാവുന്നൊക്കെ അടിച്ചു മാറ്റി കഴിച്ചു പോകുന്നു. രാവിലെ സ്ത്രീ വന്ന് പറഞ്ഞു, പോയില്ലേ? കുറച്ചു കഴിഞ്ഞതാ പോലീസ് പിടിച്ചിട്ട് ഈ മനുഷ്യനെ കൊണ്ടിരുന്നു. ആ സമയത്ത് ആ ബിഷപ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലയോ മകനെ, നീ എന്താ വെള്ളി കരണ്ടി കൂടെ കൊണ്ടുപോയത്? അതും കൂടെ ഞാൻ നിനക്ക് തന്നതല്ലേ? ആക്ച്വലി മോഷ്ടിച്ചതാണ്. ഒരൊറ്റ സെന്റൻസില് പോലീസ് ഇവരെ വിട്ടുപോകുന്നു. പോലീസ് കേസൊന്നുമില്ല പറയുന്നു. അവിടെ ആ പള്ളിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ജീൻ വാൽജീനെയാണ് നമ്മൾ ആ രംഗത്ത് കാണുന്നത്. പക്ഷെ പിന്നീട് ഡി എന്ന നഗരത്തിലെ ജനങ്ങളുടെ രക്ഷകനായ മേയറായി മാറുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച വിക്ടർ ഹ്യൂഗോ നമ്മെ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, ജനങ്ങളെ കുറിച്ചും ഓരോ വ്യക്തിയെ കുറിച്ചും ഒരു നല്ല കാര്യമെങ്കിലും ചിന്തിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസ്, അയൽവാസികളെ ലിസ്റ്റ് എടുക്കുക. അപ്പൊ തന്നെ ദേഷ്യം വരും. വിട്ടെ, അവരെല്ലാം ഓരോരാളെയും നാരായണൻ എന്തെല്ലാം ഗുണം. നാരായണൻ ചീത്ത പറഞ്ഞ ആളായിരിക്കും, വഴക്ക് പറഞ്ഞ ആളായിരിക്കും, പക്ഷെ നാരായണന്റെ ഗുണങ്ങളൊന്ന് കണ്ടു നോക്കൂ. സംഭവിക്കുന്നത് അറിയോ? നിങ്ങളുടെ ഗുണം വർദ്ധിക്കും എന്ന റിവേഴ്സ് സൈക്കോളജിയാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിങ്ക് ബെസ്റ്റ് ടുവാർഡ്സ് ദ പീപ്പിൾ, റൈറ്റ്? ഓക്കെ. ഇനി 10ാമത്തെ അധ്യായം, ഗെറ്റ് ദ ആക്ഷൻ ഹാബിറ്റ്. ചിലവരുടെ ആക്ഷൻ ഹാബിറ്റ് ഉണ്ട്, പുസ്തകം വായിച്ചോണ്ടിരിക്കും, ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ കുറെ ആളെ കണ്ടിട്ടുണ്ടോ? രാവിലെ മുതലേ പുസ്തകം വായിക്കും. അതൊന്നും അല്ല ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിനേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പല്ലേക്കുന്നൊന്നല്ല. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കും, ഉറങ്ങാൻ പോവാണ്, 10 മണിയാവാൻ പോകും, ഒരു 15 മിനിറ്റ് കൊണ്ടാകുമ്പോൾ ഉറങ്ങും, നാളെ ഞാൻ എന്താ ചെയ്യാൻ പോകും? പറയാൻ പറ്റുമോ? ആക്ഷൻ ഹാബിറ്റ്. ഞാൻ പറയാം, 90ഓളം കുട്ടികളുടെ ക്യാമ്പിൽ ഞാൻ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ നാളെ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റിട്ട് വേണം സാർ ആലോചിക്കാൻ. എന്ത് ചിന്തിക്കുന്നവരിൽ ഉണ്ടെങ്കിൽ അവർ ആ മാജിക്കോ തിങ്കിങ് പിക്കോ ഒന്ന് 5-6 പ്രാവശ്യമായി എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്യും. മേക്ക് ആൻ ആക്ഷൻ ഹാബിറ്റ്. ആക്ഷനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയല്ലേ, നമ്മുടെ റിവ്യൂ മാത്രമായത്. അതായത് നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി വെക്കണം. എന്തൊക്കെ ചെയ്യണം എല്ലാം എഴുതി വെക്കാം. 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഹൗ ടു ടേൺ ഡിഫീറ്റ് ഇൻടു വിക്ടറി. നമുക്ക് എങ്ങനെയാണ് പരാജയത്തെ വിജയമാക്കി മാറ്റുന്നത്? പരാജയം ഇല്ലാത്തവരില്ല, പക്ഷെ അത് വിജയമാക്കി മാറ്റുന്നത് എങ്ങനെ? അതിന്റെ സ്റ്റെപ്പുകൾ അവിടെ പറയുന്നു. ഇനി വരുന്ന എല്ലാ പ്രഭാഷണ പരമ്പരയിലും ഈ സ്റ്റെപ്പുകൾ തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. ലക്ഷ്യമുണ്ടാക്കുക, അതിന് വേണ്ടുന്ന വഴികൾ കണ്ടെത്തുക, അപ്പൊ വഴി വന്നോളും. അതിനുവേണ്ടി പറ്റിയ ടീമിനെ സൃഷ്ടിക്കുക. ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ് കൂടുതലും, അവർ അതിനു വേണ്ടി ശ്രമിക്കുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അതെനിക്കറിയില്ല, അതിനു വേണ്ടിയുള്ള ആക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി അപ്പൊ അങ്ങനെ നമ്മൾ ശ്രമിച്ചു. ഈ 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ 11ാമത്തെ കാര്യവും എങ്ങനെയാണ് പരാജയത്തെ വിജയമാക്കുന്നത്? ഈ 10 കാര്യം ചെയ്താൽ മതി. എന്തെല്ലാന്ന്? വിശ്വസിക്കുക, എക്സ്ക്യൂസ് ഒഴിവാക്കുക, ആത്മവിശ്വാസം വർദ്ധിക്കുക, നന്നായി ക്രിയേറ്റീവായി സ്വപ്നങ്ങൾ കാണുക,
നല്ല ചിന്തകൾ ഉണ്ടാക്കുക, നല്ല അന്തരീക്ഷം മാറ്റുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, എല്ലാവരെയും നന്നായി കാണാൻ ശ്രമിക്കുക, പിന്നെ നിർത്താത്ത ആക്ഷനിലേക്ക് മാറുക. അപ്പോ ഹൗ ടു ടേൺ ഡിഫീറ്റ് ഇൻടു വിക്ടറി. ഇനി അടുത്തതാണ്, പലരും വളരുന്നുണ്ട്, ശാരീരികമായിട്ട് നമ്മൾ വളരുമല്ലോ, പക്ഷെ മറ്റു വളർച്ചയില്ല. എന്തുകൊണ്ടാ? ലക്ഷ്യങ്ങൾ വേണം വളരാൻ എന്നാണ് അടുത്ത ചാപ്റ്റർ. ഹെൽപ്പ് യുവർ ഗോൾസ് ടു ഗ്രോ. അത് ഞാൻ ആലോചിക്കാറുണ്ട്, ഒരേപോലെ പോവാണ് പലരും, റെയിൽവേ ട്രാക്ക് പോലെ, ഒന്നും വളരുന്നില്ല. ഇവിടെ ബിസിനസ്സുകാർ ഒരുപാടുണ്ട്, അവർക്ക് വളർച്ചയുണ്ട്. പൊതുജനങ്ങൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വളർച്ച, ഇങ്ങനെ അവിടെ ലക്ഷ്യങ്ങളുടെ പ്രശ്നമാണ്. വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതാണ് നിങ്ങൾ, വാട്ട് ഈസ് ഗ്രോത്ത്? വളർച്ച എന്ന് പറയുന്നത് ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം എടുക്കുക, അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവാ. ലോകം അവസാനിക്കുന്നില്ലല്ലോ. ഒരു 30 വർഷത്തെ ഇന്ത്യ ആണോ ഇപ്പോ? അല്ല, 30 വർഷത്തെ ലോകമാണോ ഇപ്പോൾ? നമ്മൾ ആകെ ഇപ്പൊ വളർച്ച കാണുന്ന സ്വർണത്തിലാണ്. അത് മാത്രമല്ല, അതൊരു മഹാദുരന്താണ്. മഹത്തായ ലക്ഷ്യമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. മരണമില്ലാത്ത മനുഷ്യൻ വരാൻ പോകുന്നു. ലോഞ്ചിവിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്നു, എപ്പിജെനറ്റിക്സ് വരുന്നു, കാലം മാറുന്നു. ലോകം മുഴുവൻ പ്രചോദനാത്മക പുസ്തകങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ട്രെയിനിങ്ങുകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു. കാരണം വളരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ലെവലായാലും ഈ പുസ്തകം എടുത്ത് വായിച്ച് നിങ്ങൾ അതെന്നെ 2-3 പ്രാവശ്യം വായിക്കുമ്പോഴേക്ക് നിങ്ങൾ ആള് മാറിയിട്ടുണ്ടോ? നോ ഡൗട്ട്. അങ്ങനെയൊക്കെ മാറിയവരാണ് നമ്മളൊക്കെ. ഇനിയാണ് അടുത്തത്, നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ എത്തുകയാണ്. യൂസ് ഗോൾസ് ടു 12ാമത്തെ പറഞ്ഞു, ഹൗ ടു തിങ്ക് ലൈക്ക് എ ലീഡർ. എങ്ങനെയാണ് ഒരു ലീഡർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. അവിടെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും മനസ്സിലാക്കേണ്ടത്. ഒരു ലീഡറും ഒരു അനുയായിയും, ഒരു നേതാവും അനുയായിയും തമ്മിലുള്ള വ്യത്യാസം, അനുയായി ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്, അവന് ഒരു ഗ്രോത്ത് ഇല്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ആവശ്യം, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ലീഡർഷിപ്പിനെ കുറിച്ച് ആയിരക്കണക്കിന് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ ലീഡർമാരെ കുറിച്ച് പഠിച്ചിട്ട് എഴുതിയവരുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിച്ച ഒരാളാണ് ആന്റി മാരിനോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ. ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെ 10 വർഷം ജീവിച്ചിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സക്സസ് ബുക്ക്, ലീഡർഷിപ്പിനെ കുറിച്ച്, ലീഡർ എന്നുള്ള പുസ്തകം, ആന്റി മാരിനോ, നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. അതായത് ഒരു സാധാരണക്കാരൻ ഒരു പ്രധാനമന്ത്രിയിലേക്ക് എത്തുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അതായത് 3 വ്യക്തികളെയാണ് ഇങ്ങനെ പഠിച്ചത്. ഒരു പുസ്തകം 10 വർഷം ഒരാൾ കൂടെ ജീവിക്കുകയാണ്. അപ്പൊ ലീഡർ എന്ന് പറയുന്നത് ഹൗ ടു തിങ്ക് ലൈക്ക് എ ലീഡർ. നിങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയ ലീഡേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഫിലിം ഇൻഡസ്ട്രി ലീഡേഴ്സ് ഉണ്ടാവും, ആശ്രമങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മതസംഘടനകൾ ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടി. എന്ന് ഞാൻ പറയാം, നിങ്ങൾ ലീഡർ എന്ന് പറഞ്ഞ അങ്ങോട്ട് ക്യാമറ തിരിക്കല്ലാതെ നിങ്ങളാണ് ലീഡർ. ഈ ഇരിക്കുന്ന 200 മേലെ ആൾക്കാരെ വിചാരിച്ചാല് നമുക്കൊരു ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ? ഒരു പണിയില്ല. ലീഡർ എന്ന വാക്ക് നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം എന്നതിൽ പറയുന്നുണ്ട്. പക്ഷെ ലീഡർഷിപ്പ് കിടക്കുന്നത് ചിന്തകളിലാണ്. അവിടെയാണ് ഹൗ ടു തിങ്ക് ബിഗ് എന്നതിനെ കണക്ട് ചെയ്യുന്നത്. നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നേതൃത്വം, ലീഡർഷിപ്പ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സെമിനാറുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനിട്ട പേര് പ്രകൃതി പറഞ്ഞ എൻലൈറ്റ് യുവർ ഇന്നർ ലൈറ്റ് എന്നാണ്. അതായത് നിങ്ങളിൽ ലൈറ്റ് ഉണ്ട്, എല്ലാവരും ലീഡർഷിപ്പ് ഉണ്ട്, അതൊന്ന് പുറത്തെടുക്കുക. ആ ലീഡർ ആണെങ്കിൽ ഒരു വീട്ടമ്മ, സ്വാഭാവികമായ ഒരു വീട്ടമ്മയിൽ നിന്നൊരു ലീഡറായ വീട്ടമ്മ വരുമ്പോഴാണ്
അവർ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബിനിയായി മാറുന്നു. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ലീഡറായി മാറുമ്പോഴാണ് അയാളിലെ ഏറ്റവും വലിയ ശക്തി പുറത്തു വരുന്നത്. അത് ശാസ്ത്ര ലോകത്താവട്ടെ, എവിടെയും ആവട്ടെ. ആ ലീഡർഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് അത്. ഇറ്റ് ഈസ് വെരി ഈസി ടു ബിക്കം എ ലീഡർ. പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല? എനിക്ക് ഉറപ്പുണ്ട് 200 മേലെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവർ കുറച്ചാൾ ഉറങ്ങാൻ പോയി. അവരെല്ലാവരും തന്നെ ഒന്ന് ചിന്തിക്കും, ഞാനൊരു ലീഡർ അല്ലേ? നമ്മൾ ഇതുവരെ കണ്ട, ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ലീഡർ ആരാ? എല്ലാരും പറയും ഗാന്ധിജി, നെഹ്റു. ഞാൻ പറയും നിങ്ങൾ ലീഡർ അല്ലേ? നിങ്ങൾ ലീഡർ ആവാത്തതിന് ഒരേ ഒരു ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. അങ്ങനെ ഈ 13 അധ്യായങ്ങൾ ഒന്നുകൂടെ ഞാനിത് പറയാം, എന്നിട്ട് നമുക്ക് കുറച്ച് ചർച്ചയും ചെയ്ത് അവസാനിപ്പിക്കാം. ബിലീവ് യു ക്യാൻ സക്സീഡ്, അതായത് വിശ്വസിക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, നിങ്ങൾ നേടും. നിങ്ങൾ എക്സ്ക്യൂസുകൾ ഇല്ലാതാക്കുക. 3 ആത്മവിശ്വാസം വളർത്തുക, ഭയത്തെ ഇല്ലാതാക്കുക. എങ്ങനെ വലുതായി ചിന്തിക്കാം, എങ്ങനെ ക്രിയാത്മക സ്വപ്നം കാണാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നതാണ് നിങ്ങൾ. നിങ്ങളുടെ പരിസ്ഥിതിയെ മാറ്റൂ, ഫസ്റ്റ് ക്ലാസ് ആകൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റൂ. ജനങ്ങളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കൂ. തിങ്ക് റൈറ്റ്. ഗെറ്റ് ആക്ഷൻ ഹാബിറ്റ്, ആക്ഷൻ ഉണ്ടാക്കുക. പരാജയത്തെ വിജയമാക്കുക. ഗോൾസ്, ലക്ഷ്യങ്ങളെ നിങ്ങൾ വളർത്തുന്നതാക്കി മാറ്റുക. ഒരു ലീഡറായി നിങ്ങൾ മാറുക. ഇതൊക്കെയാണ് വളരെ വിശദമായിട്ട് ഡേവിഡ് ഷുവർട്സ് പറഞ്ഞത്. ഇത് ഞാനൊരു കാര്യം പറയാം. സാഹിത്യ ലോകത്ത് അല്ലാത്ത ലോകങ്ങളിൽ എല്ലാ ഭാഗത്തുള്ളവർക്കും വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, എന്നെ നിർണായക ഘട്ടങ്ങളിൽ വിജയിപ്പിച്ച മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഈ 10-200 പേരോട് കഴിഞ്ഞ 3-4 കുറെ ആഴ്ചകളായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്നതാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹത്തിന് ഒരു കവിതയുണ്ട്, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്. അതായത് ഒരു കാട്ടിൽ നിൽക്കുന്ന ഒരു കുതിരയൊക്കെ സങ്കല്പിച്ചുള്ള കവിതയാണ്. അതിൽ അവസാനത്തെ 4 വരി ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. എന്റെ മലയാളം കേട്ടോളൂ. മോഹനം വനം സാന്ദ്രഗഹനം നീലശ്യാമം, ഞാൻ പക്ഷെ പാലിക്കണം ഒട്ടേറെ പ്രതിജ്ഞകൾ, പോകണമേറെ ദൂരം വീണുറങ്ങിയിടും മുമ്പേ, പോകണമേറെ ദൂരം വീണുറങ്ങിയിടും മുമ്പേ. നമ്മൾ മരിക്കും, അതിനു മുമ്പേ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യണം. ഈ മനോഹരമായ വരികൾ തന്റെ ഓഫീസിൽ ചിത്രഫലകത്തോടെ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. എന്റെ ജീവിതത്തിലും എന്നെ ഇൻസ്പയർ ചെയ്ത 4 വരികൾ ഇതാണ്. മോഹനം വനം സാന്ദ്രഗഹനം നീലശ്യാമം, ഞാൻ പക്ഷെ പാലിക്കണം ഒട്ടേറെ പ്രതിജ്ഞകൾ, പോകണമേറെ ദൂരം വീണുറങ്ങിയിടും മുമ്പേ, പോകണമേറെ ദൂരം വീണുറങ്ങിയിടും. ഓവർ ടു മിനിഷ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഏതായാലും മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ബുക്ക് ഇതിലുള്ള ഓൾമോസ്റ്റ് ആളുകളും വായിച്ചിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും. ഏതായാലും അത് വായിച്ച് ഉൾക്കൊള്ളാനുള്ള ഒരു ആർജവം ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഓരോരുത്തർക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി കടപ്പാടും മാഷോട് അറിയിക്കുകയാണ്. അപ്പോ ഇതില് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള കുറച്ച് സമയമുണ്ട്. അപ്പൊ ഓരോരുത്തരെയും വെൽക്കം ചെയ്യാണ്. ഇതൊരു ലൈവ് ആക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. കമോട്ട്. സാറേ, ഒരു സംശയം. 14ാമത്തെ പോയിന്റ് പറഞ്ഞല്ല, 13 പറയാം. 14ാമത്തെ പോയിന്റ് 13 പോയിന്റ് എഴുതില്ലേ? എഴുതി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ 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 സാർ, താങ്ക് യു. അത്രയും പോയിന്റുകൾ എഴുതി ജോഷി സാർ, താങ്ക് യു. എവിടെ വെച്ചിട്ട്, എവിടെയാണ് സ്ഥലം? ജോഷി സാറോട്. ജോഷി KB. സാറിന്റെ മീറ്റിംഗില് കഴിഞ്ഞ മീറ്റിംഗില് സാറിന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാനൊരു അഭിപ്രായം പറഞ്ഞു സ്റ്റേജിൽ കയറി. അതാണ് ജോഷി.
ഓക്കെ എറണാകുളം മെഡിക്കലി. എവിടെ? എറണാകുളം കൊച്ചിയിൽ. ഓക്കെ, ഓർമ്മയുണ്ട് സാറേ, പെട്ടെന്ന് ഓർമ്മിക്കാം. താങ്ക് യു. ഓക്കെ സാർ. യെസ് മുസ്തഫ. ഞാന് സാറ് ഇത് പറഞ്ഞ മുതലേ നമ്മളെ ബുക്ക് ഞാൻ ഇതുപോലെ തൃശ്ശൂർ ഒരു പ്രോഗ്രാമിന് പോയപ്പോ എനിക്ക് അവിടെ പിന്നെ വഴിയരികില് സാറ് ചിലപ്പോ എന്നോട് ചീത്ത പറയും ഇത് ചെറുതാക്കി വാങ്ങേണ്ടതല്ല, പക്ഷെ അവിടെ വഴിയരികില് ഞാനൊരു ബുക്കിന്റെ ഒരു എക്സ്പോ കണ്ടപ്പോ അതിൽ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് ബുക്ക് വാങ്ങി. അന്ന് മുതൽ വായിച്ചു. ഏകദേശം അത് സാറുടെ ഈ കൂടെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വരുന്ന ഒരാളാണ്. സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചിന്തകളല്ല, ഒരുപാട് ചിന്തകൾക്ക് മാറ്റം സാറുടെ ഒരു എന്താ പറയുക നിദാനം ഒരു കാരണമായിട്ട് നമുക്ക് നമുക്ക് വായിക്കണം എന്ന് പറയുന്ന രീതിയിൽ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് നല്ലൊരു മാറ്റം സാറിന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാത്രമല്ല മിനി സാറെ പോലെയുള്ള ആളുകള് എനിക്ക് തോന്നുന്നത് ഇത് ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് സാറുടെ ഒരു ഇതില് കുറച്ച് ആളുകളോടും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു കാര്യമായിട്ട് എടുത്ത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൂടി നമുക്ക് പറയാൻ ഉദ്ദേശിക്കണം സാറേ. അതൊക്കെ ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് സാറ് ഡയറക്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളെ ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആളുകളോട് സാറ് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് വലിയൊരു മിഷൻ ആക്കിയിട്ട് കൊണ്ടുനടക്കണം. കാരണം സാറുടെ ഈ ഒരു താല്പര്യം കാണുമ്പോഴേ നമുക്ക് എന്താ ഒരു ലാഭവും ഇച്ഛിക്കാതെ വളരെ നിഷ്കളങ്കമായി കുറെ ആളുകളെ നന്നാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിന് നമ്മളൊരു കൂടെ നിൽക്കുക എന്നുള്ളൊരു ചെറിയ കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ തെറ്റായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയട്ടെ എന്തായാലും. ഓക്കെ, താങ്ക് യു സർ. വെരി രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ലിങ്ക് കയറിയിരുന്നോ? കയറുന്നു അന്ന് മുതൽ കയറുണ്ട് സാറേ. മാഷേ. യെസ് ഷനോജാണേ. ഷനോജ് ഇതിനൊക്കെ ഞാൻ ബുക്കുകളൊക്കെ എന്റെ പൊതുവെയുള്ള ഒരു പരിപാടി വെച്ചാൽ ബുക്കുകൾ ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട്. പലപ്പോഴും കണ്ടിന്യൂറ്റി എന്നുള്ള സാധനം നഷ്ടമായി പോകാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റുന്നത്? ഷനോജ് ആണ് ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ വരാൻ എന്നെ കാരണം. എന്റെ സ്കൂൾ അധ്യാപകനാണ് ഷനോജ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഞാൻ ദിവസവും പറയാറുള്ള കക്ഷിയുണ്ട്. ഈ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇച്ഛാശക്തിയുടെ കുഴപ്പമാണ് അവിടെ കാണിക്കുന്നത്. വായിച്ച് തീർക്കൂ എന്ന് തീരുമാനിച്ചാൽ ഇന്ന് തലശ്ശേരിയിൽ പോയി വന്നില്ലേ, അതൊരു ഇച്ഛാശക്തിയുടെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ റീഡിങ്ങിലേക്ക് 1 മണിക്കൂർ വായിക്കാൻ തീരുമാനം. ഓക്കെ ചെറിയൊരു തുടക്കമായി. തന്നെ വഴി കൊടുത്തിട്ട് അടിവാന്ന് ആദ്യമായിട്ട് എനിക്ക് ഞാനത് എന്റെ ഒരു ചോദ്യം മാത്രമല്ല, പലപ്പോഴും നമുക്ക് ഇത് നമ്മൾ ആവേശത്തിൽ വാങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പം ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോകും. നമുക്ക് ചില ടെൻഷനും കാര്യങ്ങളും വരുമ്പോ തീരെ തിരക്കുണ്ട്. അപ്പൊ നീണ്ടു സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ വായന. അതൊരു ലഹരി ആക്കുമ്പോഴാണ് അത് ആ ഒരു രീതിയിലേക്ക് വരിക. ഓക്കെ, അപ്പം ഏതായാലും വായിക്കാനുണ്ട് ബുക്കുകളൊക്കെ 10-15 ഞാൻ ഇപ്പൊ വാങ്ങി വെച്ചു. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ആമസോൺ ഒരു ബൾക്ക് തീർച്ചയായും. താങ്ക് യു സാർ. ഇന്നത്തെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെ ഒരു ബ്രേക്ക് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ശനിയാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട് കേട്ടോ. ഓക്കെ. മാഷെ ഗുഡ് ഈവനിങ്. മിനീഷ് ഗുഡ് ഈവനിങ്. യെസ് സുമേഷ് സാർ. ഡോക്ടർ, ഞാന് തിരക്ക് കാരണം ഇതിന്റെ അവസാന ഒരു അരമണിക്കൂർ മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ. ബുക്ക് റിവ്യൂ ഫസ്റ്റ് ആണ് കാണുന്നത്. അതെ, ഞാൻ ആക്ച്വലി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് അറൌണ്ട് ഒരു 10 വർഷം മുന്നേ വായിച്ച ആളാണ്. ഗ്രേറ്റ് സർ. ഓക്കെ, അതുപോലെ തന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് എന്താ പറയാ, എല്ലാരും പറഞ്ഞ പോലെ മാഷിന്റെ ഈ ഒരു സേവനം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. വാക്കുകളിൽ അതിന്റെ ഒരു നന്ദിയും കടപ്പാടും അറിയിക്കാനായിട്ട് കഴിയില്ല. കാര്യം നമുക്ക് ഈ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് മീൻസ് ഈ പറയുന്ന ഞാൻ പറയുന്ന ഒരു അധിക പ്രസംഗമായിട്ട് തോന്നരുത്. ഇപ്പം എന്റെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ടു ബി റിമെയിൻ ഇൻ ഹ്യൂമൻ ബീങ്സ് മൈൻഡ്. അതായത് നമ്മൾക്ക് ശേഷവും നമ്മൾ ആരുടെയും കുറച്ചു പേരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവണം ഓർമ്മ. അപ്പൊ അതിന് പറ്റിയ ഏറ്റവും വലിയൊരു ടൂളാണ് നമുക്ക് ഈ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അത് മാഷ് വളരെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്തായാലും പറ്റാവുന്നിടത്തോളം കാലം നമുക്ക് ഒരുമിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. മോർണിംഗ് സെഷനിൽ ഡോക്ടർ ചെയ്യുന്നു, ഈവനിങ് നമുക്ക് ഒന്നിച്ച് ഈ ഒരു വലിയ സമൂഹം. എനിക്ക് ഡോക്ടറോട് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല,
ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയും സമൂഹത്തിൽ നേരെയാക്കാൻ പറ്റുകയും ചെയ്താൽ ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വളരെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾക്കത് ചെയ്യണം. താങ്ക് യു. മാഷേ ഞാന് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മണ്ടേ വായിച്ചത് ബുക്ക്. പക്ഷെ ഇപ്പോഴാണ് ഇത് കേട്ടപ്പോഴാണ് ഇന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. പിന്നെ അത് പണ്ട് ഞാൻ വായിച്ചിരുന്നു നമുക്ക്. പിന്നെ അപ്പൊ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മുനീർ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്, നമ്മുടെ ഒരു പരിചയക്കാരൻ. പുള്ളി ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു പിന്നെ ട്യൂഷൻ സെന്റർ നടത്തുന്നത്. അപ്പൊ ഈ പുള്ളി ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ ഒരു ബുക്കിന്റെ ഒരു മലയാള വിവർത്തനം ചെയ്തിട്ട് അത് എല്ലാവർക്കും കൂടി 80 ഉറുപ്പ്യക്ക് എല്ലാവർക്കും വിറ്റ് പുള്ളി കാശുണ്ടാക്കി. പിന്നെ എന്റെ അടുക്ക് ഈ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറഞ്ഞ ബുക്ക് ഒരു ഇങ്ങനെ വാങ്ങി. പിന്നെ എനിക്ക് ആ ബുക്ക് തിരിച്ചു കിട്ടിയില്ല. അതിനു മുമ്പ് ഞാൻ കുറെയൊക്കെ വായിച്ച് ഇപ്പോഴാണ് എനിക്ക് മാഷിപ്പോ പറയുമ്പോഴാണ് ഇതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ എന്നുള്ളൊരു ഓർമ്മ. ഇപ്പൊ ഇതൊരു പിന്നെ വലിയൊരു അറിവായിട്ട് ഇപ്പൊ എനിക്ക് പുതുതായി കിട്ടിയ പോലെയൊക്കെ തോന്നുന്നു. ഞാൻ അന്നേരം വായിച്ച ഒരു ഓർമ്മയിലൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ ഇന്ന് ആ കൺക്ലൂഷൻ അപ്പൊ മൊത്തത്തില് ഇതിന്റെ ഒരു പിക്ചർ അല്ല കിട്ടി. കാരണം നമ്മൾ നേരത്തെ വായിച്ചതിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒരു പരാമർശം ഉള്ളത് കൊണ്ട് കിടക്കുന്നതുകൊണ്ട് അത് വേഗം പിക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ ബുക്ക് ഞാൻ ഈ ഷനോജ് പറഞ്ഞ പോലെ ഞാൻ കുറെ ബുക്ക് ഇങ്ങനെ വാങ്ങി വെക്കും. പക്ഷെ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ആടടിച്ച പോലെ അടിയടിയെല്ലാം ആയിട്ട് വായിച്ചങ്ങനെ ആടയിടും. ഇതൊന്നും പൂർത്തിയാക്കില്ല. അതിന്റെ ഉത്തരവ് മാഷനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതന്നെ പലപ്പോഴും ചില ബുക്കുകളോട് താല്പര്യം വരുമ്പോൾ നമുക്കത് അങ്ങനെ വളരെ അഗ്രസീവായിട്ട് വായിക്കൊക്കെ ചെയ്യും. ഒരു ദിവസം കൊണ്ട് ഒരു നോവലൊക്കെ വായിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ പിന്നീട് ഇപ്പൊ പറഞ്ഞാൽ തീരെ വായനയെ കുറഞ്ഞു. ഇനിയിപ്പം ഒരു ബുക്ക് ഓരോ ചാപ്റ്റർ ഇങ്ങനെ വായിക്കാന്നുള്ളൊരു തീരുമാനമുണ്ട്. അങ്ങനെ ഓരോന്ന് വായിച്ചു തുടങ്ങുന്നുണ്ട് ഇപ്പൊ. ഒക്കെ അതിനൊരു താല്പര്യം വന്നു. അത് തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എന്താ സാർ പറഞ്ഞതിന്റെ ലാസ്റ്റ് പറഞ്ഞ വാക്കാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. സ്പാർക്ക് തരാൻ മാത്രമേ പറ്റൂ. സാർ എത്രയോ ഭാസ്കർ സാർ പറഞ്ഞോളൂ. വളരെ നന്നായിട്ടുണ്ട്. ഈ വായനയ്ക്ക് ഒരു പ്രചോദനം നൽകാൻ വളരെ ഉതകിയിട്ടുണ്ട് ഈ പരിപാടി. ഞാൻ എന്റെ വായന ഇടയ്ക്ക് വെച്ച് നിന്നുപോയ ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം മുമ്പൊക്കെ വായിക്കുമായിരുന്നു. ഈ പാവങ്ങളൊക്കെ ഞാൻ വായിച്ചത് ഇപ്പം മാഷ് ഒന്ന് ഒരു ഭാഗ്യമായി കരുതുന്നു. ഒന്നെങ്കിൽ അതൊക്കെ വായിച്ചിരുന്നു പാവങ്ങൾ. ഇപ്പം മാഷ് പറയുമ്പോൾ എനിക്ക് കൂടുതൽ വെളിച്ചം കിട്ടി, ഒന്നുകൂടി വായിച്ച പോലെയായി. പക്ഷെ എന്റെ വായന നിന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തുടങ്ങാൻ വളരെ പ്രചോദനമായി എന്ന് അറിയിച്ചുകൊണ്ട് വളരെ നല്ല നല്ല അവതരണമായിരുന്നു. പക്ഷെ എനിക്ക് പലരും ഓർത്തു വെക്കാൻ പറ്റില്ല എന്ന് മാത്രം. വളരെ നന്ദി. ഭാസ്കര മാഷ താങ്ക് യു. ഇതിൽ എനിക്കൊരു സന്തോഷം തോന്നുന്ന വെച്ചാല് നമുക്ക് നമ്മളെപ്പോഴും പറയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറണം എന്നൊക്കെ എല്ലാവരും സംസാരിക്കും. അപ്പൊ ഇതിലേക്ക് സംസാരിച്ച ആളുകൾ അധികം ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ സിസ്റ്റം മാറണം എന്നുള്ളത് 100% ശരിയാണെന്ന് തോന്നുന്നു. അടുത്ത കാലം ഞാൻ ഉറച്ചത് പറയാം. ഇപ്പൊ പറയാൻ പ്രശ്നം. ഓക്കെ ഉണ്ണി സാർ എന്തോ പറയാൻ പറയുന്നു. ഓക്കെ പറയാം. നമസ്കാരം റാഫി സാർ. ഹലോ. വളരെ നന്നായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഊർജം കിട്ടിയ പോലെ ഉണ്ട്. അതല്ല മാഷ് പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് പേരെ ഒരു ദൗത്യം ഏറ്റെടുത്ത ദൗത്യത്തിന് എല്ലാവിധ പിന്തുണയും എപ്പോഴും. നമുക്ക് ഒന്നിച്ച് വളരാം. തീർച്ചയായിട്ടും വളരെ സന്തോഷം സാർ. സാറേ നമസ്കാരം സാറേ. സാറേ സാറ് 9ാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ ആറ്റിറ്റ്യൂഡ്. അതിക്ക് മുമ്പ് ഒരു കാര്യം പറയേ, ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ അറിവുകൾക്കും ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ 9ാമത്തെ പോയിന്റിൽ പറഞ്ഞ ആറ്റിറ്റ്യൂഡില് നമുക്ക് ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു ജീവിതമുള്ള സാറേ. അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്കി മാറ്റുന്നത് പറഞ്ഞു. ഓരോ പ്രതിസന്ധികൾ വരുമ്പോ നമ്മളത് തരണം ചെയ്യുന്നതിനെ പറ്റി സാറ് ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാറേ? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരാളെ കാഴ്ചപ്പാടാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തെ പോസിറ്റീവായിട്ടും കാണാം നെഗറ്റീവായിട്ടും കാണാം. പക്ഷെ നിങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോ
ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ന്യൂറോജെനസിസ് ആ വഴിയിലാവുകയും നിങ്ങൾ എല്ലാം എന്നെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഉദാഹരണം പറയാം, തുടക്കത്തിൽ എനിക്ക് എല്ലാവരും നന്നാവുന്നൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ദുഷ്ടതയുള്ള ആളായിരുന്നു, കളവെന്ന് പറയുന്നല്ല. പക്ഷെ ഞാനിത് മനസ്സിലാക്കിയ ശേഷം ഇപ്പൊ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഒരാളെ ഗ്രോത്തിന്. എനിക്ക് ഭയങ്കര സന്തോഷം, വലിയ സന്തോഷമാണ്. ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാവുന്നു, അവർ വിജയിക്കുന്നു. അത് തുടങ്ങിയ ശേഷം എന്റെ ന്യൂറോൺസ് മാറി. ഇപ്പൊ എനിക്ക് എല്ലാവരിലും ഗ്രോത്ത് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ കുറച്ചേ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എല്ലാത്തിനും പോസിറ്റീവ്. ഇപ്പൊ ബസ് കിട്ടിയില്ല, അത് പോസിറ്റീവ് ആയിരിക്കും. ഒരാളെ കണ്ട് പരിചയപ്പെട്ടുണ്ടോ? ഇതൊരു ആറ്റിറ്റ്യൂഡ് മാറുമ്പോ നിങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിരാശ വരില്ല. ഇത്ര വത്സലായിരിക്കും. ഒരുമിച്ച് ഉണരാം, ഒരുമിച്ച് ഉയരാം, പുതിയൊരു പുലരിക്കാം. നല്ല വരികൾ. ഇത്ര വത്സല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറ് പറഞ്ഞ ആ ഒരു 4 ലൈൻ ഉണ്ടായല്ല, മോഹനം പോകണം ഏറെ ദൂരം, പോകണം ഏറെ ഉറങ്ങിയിടും മുമ്പേ. അത് എനിക്ക് ഇഷ്ടമായിട്ടാ ട്രാൻസ്ലേറ്റ് ചെയ്ത്. മോഹനം വനം സാന്ദ്ര ഗഗനം നീലശ്യാമം, ഞാൻ പക്ഷേ പാലിക്കണം ഒട്ടേറെ പ്രതിജ്ഞകൾ, പോകണമേറെ ദൂരം വീണുറങ്ങിയിടും മുമ്പേ, പോകണമേറെ ദൂരം വീണുറങ്ങിയിടും. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അപ്പോ എന്തായാലും വളരെയധികം സന്തോഷം. നമ്മളൊരു പുതിയ തലത്തിലേക്ക് പൊതുവില് നമുക്ക് ഏറ്റവും, ഞാൻ ഈ വായനയെ ഒരു നെഗറ്റീവായിട്ട് കൊണ്ട് നടന്നിരുന്ന ആളാണ്. കാരണം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു വിദ്യയായിട്ടാണ് ഈ പുസ്തകത്തെ എടുത്ത് വെച്ചിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 2 വരി അല്ലെങ്കിൽ 2 പേജ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരുന്നുള്ളത് കൊണ്ട് ഈ പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് കിടന്ന് അങ്ങനെ ഒരു കൺവേർട്ട് ചെയ്ത് പോയതാണ്. അപ്പൊ വായന ഒരു ഘട്ടത്തിൽ അവസാനിച്ചു പോയിരുന്നു. എന്നാലിപ്പോ വായനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ച കൂട്ടത്തിലുള്ളതാണ്. പുസ്തകം ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നതാണ്. എന്നാൽ അതൊക്കെ എടുത്ത് തുറന്നു നോക്കാനും അത് ആ പുതിയ ശീലത്തിലേക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേക്ക് നമ്മൾ എത്തിയെന്ന് വേണം പറയാനായിട്ട്. എന്തായാലും വളരെ വളരെയധികം നന്ദി. ഇനി നമ്മളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ടും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ മാഷിനെ കണ്ടിട്ട് 1 മണിക്കൂർ മുന്നേ, 1.5 മണിക്കൂർ മുന്നേ മാഷിനെ കണ്ടിട്ട് തിരിച്ചു പോരുന്ന വഴിയാണ്. എന്തായാലും സന്തോഷം. താങ്ക് യു. കുറെ ആളുകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കള്. അപ്പൊ ഇന്ന് ഇനി ആർക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാം. അടുത്ത സെഷനിൽ വെച്ച് കാണാം അല്ലെ? അപ്പൊ ഇനി നവംബർ 1 നമ്മൾ തുടങ്ങുന്ന സെഷൻസ് സംസാരിക്കും. ഉണ്ണിയാണ് സാർ. ഈ ശനിയാഴ്ച 9 മണി 8 മണിക്ക് എന്ന് പറഞ്ഞത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ? ഈവനിങ് ആണ്. വൈകുന്നേരം ഉണ്ടാവും. വൈകുന്നേരം 8 മണി. അത് എല്ലാ ശനിയാഴ്ചയും. ഓക്കെ. അപ്പോ പിന്നെ വ്യാഴാഴ്ചത്തെ ക്ലാസ് ഇതേപോലെ 9:15. ഇത് വ്യാഴാഴ്ച ഒരു ബുക്കിന്റെ റിവ്യൂ ആയിരിക്കും. ശനിയാഴ്ച ട്രെയിനിങ് സീരീസ് ആയിരിക്കും. ഹൈ പവർ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവും. മാക്സിമം പീപ്പിൾ. പിന്നെ എവരിഡേ മോർണിംഗിലോ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ലൈൻ അഡ്മിഷൻ ക്ലോസ് ആയി. സെലക്ടഡ് ഓൺലി 78. ചോദിച്ചല്ലോ. 22 കൊട്ടാരക്കര ഞാൻ വരുന്നുണ്ട്. ഒരു വിത്തിൻ 3 to 4 months എല്ലാ ആഴ്ചയിലും മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാനുണ്ടാവും. ഓക്കെ, താങ്ക് യു. എന്നാലും 100-ൽ മേലെ ആൾക്കാർ, 130 പേര് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ജനാർ സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. അല്ല, ഞാനൊരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. ഞാൻ സാറിന്റെ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടാണ് വന്നത്. നല്ല ബൈക്കിലായിരുന്നു. അപ്പൊ അത് കാരണം പോക്കറ്റിലിട്ടിട്ട് എങ്ങനെ ശ്രദ്ധിച്ച് വന്നു. അപ്പൊ ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഈ 135 പേരും രമേശൻ സാർ എപ്പോഴാണ് കട്ട് ചെയ്യുക അത് വരെ നിൽക്കാമെന്നുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ് ഈ മുഴുവനും. അപ്പൊ നമ്മള്
ഈ പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളതിന്റെ നമ്മൾ ഈ പുസ്തകം ഈ പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ ചിന്തിച്ചു. ഞാനത് ചിന്തിച്ചു. കാരണം സാറ് പറഞ്ഞ ഓരോ വോയിസുകളും വിട്ടുപോകാൻ പറ്റുന്നില്ല നമുക്ക്. സാറിന്റെ മുഖം നമ്മൾ കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ നിൽക്കാണ് തോന്നുന്നത്. ഇനിയിപ്പോ 12 മണി വരെ സാർ ഇതേ നിൽക്കാണ്, ഈ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 3-4 ആൾ ഇത് കട്ട് ചെയ്തിരിക്കും. പക്ഷെ അധികം നമ്മളെ മീറ്റിങ്ങുകൾ കടന്നു പോയ സമയത്ത് ഞാൻ വാച്ച് ചെയ്തൊരു കാര്യമാണ്, 135 പേര് 134 പേര് എപ്പോഴും ഉണ്ടായിരുന്നു. സാർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഏകദേശം നമ്മളെ മീറ്റിംഗ് തുടങ്ങിയതിനു ശേഷം 135 പേര് മിക്കവാറും ആളുണ്ടായിരുന്നു. അതാണ് ഈ തിങ്കിങ്ങിന്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാറിനെ വിട്ടുപോകാൻ നമുക്ക് ഭയങ്കരമായിട്ട് ശരിക്കും എന്തോ ഒരു പിടിച്ചു വലിക്കുന്ന പോലെയാണ്. സാറ് എന്നാ പോയല്ലേ, ലീവ് ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ പോകുന്നില്ല. എനിക്ക് നിങ്ങളെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഈ 134ന്റെ ഒക്കെ പ്രത്യേകത, ഈ 134 ആൾക്കാർ ഇപ്പൊ ഉള്ളതിന്റെ പ്രത്യേകത വെച്ചാൽ അവർ അറിഞ്ഞോ അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. 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 അതെ, എനിക്ക് 134 പേരോട് പറയാനുള്ള ഒരു അഭിപ്രായം, നമുക്ക് അടുത്ത ദിവസം, അടുത്ത സാറിന്റെ അടുത്ത വ്യാഴാഴ്ച നമുക്ക് ഇതൊരു 500 പേരെ ആക്കാനുള്ള ഒരു ശ്രമം നമ്മൾ 134 പേര് ചെയ്യണം. അത് കൃത്യമായി ചെയ്യണം. നമ്മുടെ സുഹൃത്തുക്കളെ ഇത് ആരും അറിഞ്ഞിട്ടില്ല, എല്ലാവരും ഒന്നും അറിയുന്നില്ല ഇതിന്റെ സീരീസ്. അന്നേരം ഇതൊരു 500 പേരെ അടുത്ത വ്യാഴാഴ്ച ആക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഈ 134 പേര് കഠിനാധ്വാനം ചെയ്യണം എന്നാ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്. പുസ്തകം അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയ പുസ്തകമാണ്. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ നമ്മള് മൈൻഡ് ബ്ലോയിങ് ബുക്കാണ്. അടുത്ത ബുക്ക് ചിത്രവത്സല ചോദിച്ചിട്ടുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, THINK, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. നിങ്ങൾ അത് ആമസോണിൽ കിട്ടും. അതിന് മലയാളം ഇല്ല കേട്ടോ. അതിന്റെ ആരും ഇറക്കിയിട്ടുണ്ടോ സബ്ജക്ട്? എനിക്ക് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഐ റെഡ് ഓൺലി ഇൻ ഇംഗ്ലീഷ്. ഡോണ്ട് വറി, ഞാൻ വളരെ മലയാളത്തിലാക്കിയിട്ട്. ഇപ്പൊ ഞാനും പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതം എത്ര മനോഹരാന്നറിയോ മനീഷ്? കാരണം ഈ ഒന്നും എനിക്ക് ചിന്തിക്കാൻ സമയമില്ല. എന്റെ ഇപ്പൊ റൗണ്ട് ദ ക്ലോക്ക് രാവിലെ 4 മണിക്ക് തുടങ്ങി 5:30 ശേഷം തുടങ്ങി കണ്ടിന്യൂസ്ലി വി ആർ ടോക്കിംഗ്. നേരത്തെ 5 മണി മുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒന്നാമത്തെ പുസ്തകം ഞാൻ മാജിക് ഓഫ് ദി എംബി, രണ്ടാമത്തെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, മൂന്നാമത്തെ 10X റൂൾ, ജെയിൻ കാർഡ്മന്റെ വളരെ പ്രിഫർഡായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടാത്തവർ പോയ പുസ്തകമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 10X റൂൾ. നിങ്ങൾക്ക് എങ്ങനെ ഇല്ല പ്രവർത്തനത്തെ 10X ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് വണ്ടർഫുൾ ബുക്കാണ്. അതാണ് അടുത്ത സീരീസിലേക്ക് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വരാൻ പോകുന്നത് വിങ്സ് ഓഫ് ഫയർ ആണ്. ഓൾറെഡി ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട് 10 പുസ്തകങ്ങൾ. അപ്പൊ നമുക്ക് തൽക്കാലം പിരിയല്ലേ, ഒരു എന്താ പറയാ, ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ട് പിരിയുന്ന പോലെ ഉണ്ട്. പോകുന്നില്ല. അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലേ? അല്ല, നമ്മളെ ബിസാർ വന്നിട്ട് മിനി സാറേ, ബിസാർ രാവിലെ ഉണ്ട്. അല്ല, എന്തോ ഒന്ന് പറയണം എന്നുള്ളൊരു മൂഡ് കൊണ്ടാ വന്നിട്ടുള്ളത്. ഓക്കെ, കേൾക്കാം സാറേ. പെടുത്തല്ലേ, അറിവില്ലായ്മയുടെ അറിവിനകത്ത് തിരിച്ചറിവുകള് പല രീതിയിലും പല രൂപത്തിലും നമ്മൾ പലരിൽ നിന്നും പലതും കിട്ടിയിട്ടുണ്ട്, പലതും കേൾക്കാറുണ്ട്. പക്ഷെ വായനാശീലം നമ്മളിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യപ്പെടുവാണ്. വായിക്കാൻ സമയമില്ല, തിരക്കോട് തിരക്ക്. അപ്പോൾ വായിക്കുന്നതിന് പകരം സാർ ഇതൊരു കഥ പോലെ പറയുമ്പോൾ നമ്മൾ വായിച്ചതിന് തുല്യമായി തീരുക. ഇങ്ങനെ അവസരം നമുക്ക് കിട്ടിയത് അതൊരു വലിയ അനുഗ്രഹമായി തോന്നുന്നു. പല രീതിയിലും പല കുറവുകളും കേൾക്കാവോ? പല കുറവുകളും പല തിരിച്ചറിവുകളും നമ്മൾക്കൊക്കെ പല രീതിയിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് വളരെ പ്രദാനം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് സാർ ഓരോ പ്രോഗ്രാമിലും കൊണ്ടുപോകുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. ഇനിയും നമ്മൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിവുകൾ ഉണ്ടാകുകയും അതിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൂട്ടായ്മയായി തീരാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സാർ രമേശ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ശിവരാത്രി നേർന്നുകൊണ്ട് വലിയ ശിവരാത്രി. തിങ്ക് ബിഗ്.
Yes, tomorrow will be the wonderful day to come. Thank you, sir. രാവിലെ എഴുന്നേറ്റ് വാ. Okay, thank you very much and good night.